പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പോട്ടയിലെ ഫെഡറൽ ബാങ്ക് കൊള്ളയടിച്ച പ്രതി പിടിയിലായി എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പണം ദൂർത്തടിച്ച് കളഞ്ഞു. വിദേശത്തുള്ള ഭാര്യ അയച്ച പണമെല്ലാം ദൂർത്തടിച്ച് കളഞ്ഞു. ഭാര്യ മടങ്ങി വരുമ്പോഴേക്കും പണം സ്വരൂപിച്ചെടുക്കാൻ അയാൾ നടത്തിയ നിസ്സാര പണിയാണ് ചാലക്കുടി പോട്ടയിലെ ഫെഡറൽ ബാങ്ക് കൊള്ളയടി. 15 ലക്ഷം രൂപ അപഹരിച്ചു. അതിൽ 10 ലക്ഷം രൂപയും പോലീസ് പിടിച്ചെടുത്തു. മാത്രമല്ല, ശാസ്ത്രീയ സാധ്യതകൾ ഉപയോഗിച്ച് നമ്മുടെ പോലീസ് സേന നടത്തിയ വലിയ നീക്കത്തിനൊടുവിലാണ് ഈ ചാലക്കുടിക്കാരൻ പിടിയിലായിരിക്കുന്നത്. പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2 ദിവസം മുമ്പ് നാടിനെ ഞെട്ടിച്ച് സിനിമാ സ്റ്റൈലിൽ ജീവനക്കാരെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി ചാലക്കുടി പോട്ടയിലെ ഫെഡറൽ ബാങ്കിന്റെ ബ്രാഞ്ച് കൊള്ളയടിച്ച പ്രതി ചാലക്കുടി ആശാരിപ്പാറയിലെ റിജു ആന്റണി പിടിയിലായി. ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ മണിക്കൂറാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിദേശത്തുള്ള ഭാര്യ അയച്ചു കൊടുത്ത പണം മുഴുവൻ ദൂർത്തടിച്ച് കളഞ്ഞ് പ്രതി റിജു അടുത്ത മാസം ഭാര്യ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു എന്നറിഞ്ഞ് പണം നൽകാൻ വേണ്ടി ബാങ്ക് കൊള്ളടിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് പോലീസിനോട് വ്യക്തമാക്കുന്നത്. ഭാര്യയെ ഭയന്ന് ബാങ്ക് കൊള്ളടിക്കും. ഈ ചോദ്യം ബാക്കിയാകുന്നു. പ്രതിയെ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം വളരെ വിശദമായി ഇപ്പോൾ ചോദ്യം ചെയ്യുന്നു. ബാങ്ക് കൊള്ളയ്ക്ക് പിന്നിലെ കഥ ഓരോന്നോരോന്നായി അടുത്ത മണിക്കൂർ പുറത്തു വരും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ശാസ്ത്രീയ സാധ്യതകൾ ഉപയോഗിച്ച് പോലീസ് നടത്തിയ തെരച്ചിലാണ് അവസാനം പ്രതിയെ കണ്ടെത്താൻ സഹായിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആശാരിപ്പാറയിൽ നിന്ന് നമുക്കൊപ്പം സൂരജ് സജി തത്സമയം ചേരുന്നു. സൂരജ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ നമ്മളെല്ലാം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയായിരുന്നു ഈ പ്രതി എവിടെ. കാര്യം നട്ടുച്ചയ്ക്ക് പോട്ട പോലൊരു ജംഗ്ഷനിൽ നിന്ന് ഒരു ഫെഡറൽ ബാങ്ക് പോലൊരു അറിയപ്പെട്ട ബാങ്ക് കൊള്ളയടിക്കാൻ ഒരാൾ തീരുമാനിക്കുക. 45 ലക്ഷം രൂപ ഇരുന്ന സ്ഥലത്ത് നിന്ന് 15 ലക്ഷം രൂപ മാത്രം അപഹരിച്ച് പിന്മാറുക. വളരെ വിചിത്രമായ രീതിയിൽ പെരുമാറിയ ഹിന്ദി സംസാരിച്ച ഈ മോഷ്ടാവ് മലയാളിയാണെന്ന് തുടക്കത്തിലെ തന്നെ പോലീസിന് മനസ്സിലായി. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് സൂരജ് സജി? തീർച്ചയായും SKN, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ മോഷണം സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വരുന്നത്. മോഷണത്തിന്റെ പിന്നാമ്പുറ കഥകളിലെ ചുരുളഴിയുമ്പോൾ ഏവരെയും ഞെട്ടിക്കുന്നു, നമ്മളെപ്പോലും ഞെട്ടിക്കുന്നു എന്നുള്ളതാണ് SKN. അതായത് വലിയ സാമ്പത്തിക ബാധ്യതയില്ലാതെ മെച്ചപ്പെട്ട നിലയിൽ ജീവിക്കുന്ന ഒരു കുടുംബം. ആ കുടുംബമായിരുന്നു റിജോ ആന്റണിയുടേത്. ഭാര്യ വിദേശത്ത് ജോലി ചെയ്യുന്നു. റിജോയും 2 കുട്ടികളും അടങ്ങുന്ന സന്തുഷ്ടകരമായി മുന്നോട്ട് പോകുന്ന ജീവിതം. ഇതിനിടയിൽ ഈ ഭാര്യ പലപ്പോഴായി വിദേശത്ത് നിന്ന് ജോലിയെടുത്ത് അയച്ചു കൊടുക്കുന്ന പണം അത് റിജോയുടെ കയ്യിലാണ് കൊടുക്കുന്നത്. റിജോയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കും. പക്ഷേ റിജോ ഈ പണം സൂക്ഷിച്ചു വെക്കുന്നതിന് പകരം അത് ദൂർത്തിനായി ചിലവഴിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ദൂർത്തടിച്ച് തീർത്തു എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അത് വലിയ 5 സ്റ്റാർ ബാറുകളിലെത്തി റിജോ പലപ്പോഴും മദ്യപിക്കും. അവിടുത്തെ വില കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കും. അതുമാത്രമല്ല, റിജോയുടെ ചില സുഹൃത്തുക്കളുണ്ട് ഈ ചാലക്കുടി മേഖലയിലെല്ലാം തന്നെ. ആ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പലപ്പോഴും പാർട്ടികൾ നടത്തിയിരുന്നു. അങ്ങനെ ഭാര്യ അയച്ചു നൽകിയ പണമെല്ലാം തന്നെ ഈ റിജോ ചെലവഴിച്ചു തീർത്തു. അടുത്ത മാസം ഭാര്യ വരുമെന്നറിഞ്ഞ വേളയിൽ റിജോയെ സംബന്ധിച്ച് അത് വലിയ ആശങ്കയ്ക്കിടയാക്കി എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എങ്ങനെയെങ്കിലും ഈ ഭാര്യ പലപ്പോഴായി അയച്ച പണം അത് ഈ അക്കൗണ്ടിൽ തിരികെ എത്തിക്കണം. അതിനുവേണ്ടിയാണ് റിജോ ഈ ഫെഡറൽ ബാങ്കിലെത്തി 15 ലക്ഷം രൂപ മോഷ്ടിച്ചതെന്നുള്ളതാണ് SKN നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ അതിന് മോഷ്ടാവ് ഉപയോഗിച്ച മോഷണ രീതിയും ഞെട്ടിക്കുന്നതാണ്. അതായത് ഈ പ്രതി ഒരു ദിവസം നമ്മുടെ ഈ പോട്ടയിലെ ബാങ്കിന് എതിർവശത്തെ പള്ളിയിലെത്തുന്നു. ആ പള്ളിയിലെത്തുന്ന സമയത്താണ് ഈ ബാങ്കിൽ സെക്യൂരിറ്റി ഇല്ല എന്നുള്ള വിവരം പ്രതി മനസ്സിലാക്കുന്നത്. പിന്നീട് ഈ ബാങ്കിലെത്തി ബാങ്കിലെ സാഹചര്യമെല്ലാം പ്രതി മനസ്സിലാക്കുന്നു. പിന്നീട് ദിവസങ്ങൾ നീണ്ട പ്ലാനിങ് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പോലീസ് സ്വാഭാവികമായും ഈ മോഷണം നടന്നാൽ ആദ്യം തപ്പുക CCTV ദൃശ്യമാണെന്ന് ഇയാൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ CCTV ദൃശ്യങ്ങളിൽ പെടാതിരിക്കുന്നതിന് വേണ്ടി ബോധപൂർവം പ്രതി കാര്യങ്ങൾ ചെയ്തു. അതിന് ഇയാൾ ചെയ്തത് 2 ടീഷർട്ട് ധരിച്ചു. അതിന് മുകളിൽ ഒരു ജാക്കറ്റ്, ഹെൽമറ്റിനകത്ത് ഒരു കണ്ണടയും ഒരു കൂളിംഗ് ഗ്ലാസും വച്ചു. അങ്ങനെ പ്രതി ഈ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടാതെ കടന്നു കളയുകയും ചെയ്തു. പക്ഷേ ഈ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് അരിച്ചു പറക്കിയെങ്കിലും ഈ ജാക്കറ്റ് ധരിച്ച ഈ സ്കൂട്ടറിൽ പോകുന്ന ഒരാളെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല. ഒടുവിൽ പോലീസ് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ടവർ ലൊക്കേഷനുകളിലെ നമ്പറുകൾ ശേഖരിക്കുന്നു. ഒരു ടവറിൽ ഒരു സമയം എത്ര പേരുണ്ടാകുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ പോലും നമുക്ക് പ്രവചിക്കാവുന്നതിനും അപ്പുറമാണ്. അത്തരത്തിലുള്ള ഒരു
മാസ് നമ്പർ വിവിധ ടവറുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. ഈ CCTV ദൃശ്യങ്ങളെല്ലാം വച്ചുകൊണ്ട് ഈ പേരാമ്പ്ര ഭാഗത്തേക്ക് പോയ വാഹനങ്ങളും അവയുടെ ഫോൺ നമ്പറുകളും പോലീസ് ട്രേസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു ടീഷർട്ട് ധരിച്ചു പോകുന്ന ഒരു യുവാവിലേക്ക്, ഒരു ചെറുപ്പക്കാരനിലേക്ക് പോലീസിന്റെ നോട്ടം എത്തുന്നത്. 3 തവണ ഇത് ക്രോസ് മാച്ച് ചെയ്യുമ്പോഴും ഇയാളിലേക്കാണ് പോകുന്നത്. പക്ഷേ അതൊരു ടീഷർട്ട് ധരിച്ച് സാധാരണ പോകുന്നത് പോലെയാണ് പോലീസിന് തോന്നിയത്. ഇതോടുകൂടി പോലീസ് ഈ പോട്ട കഴിഞ്ഞു വരുന്ന ദേശീയപാതയിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. അവിടെ വച്ച് ഇയാൾ ഈ ജാക്കറ്റ് മാറി ഈ ടീഷർട്ട് മാത്രം ഇട്ട് പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. അതിനുശേഷം ഇന്ന് രാവിലെ മുതൽ SKN ഈ പേരാമ്പ്രയിലടക്കം പോലീസിന്റെ വ്യാപക തിരച്ചിലുകൾ ഉണ്ടായിരുന്നു. SKN നമ്മളടക്കം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വിവരം ഉണ്ടായിരുന്നു SKN. പക്ഷെ നമ്മൾ ഈ പേരാമ്പ്രയിൽ തെരച്ചിൽ നടത്തുന്ന കാര്യം മറച്ചു വെച്ചു SKN. പകരം നമ്മൾ ചെയ്തത് ആ സമയത്ത് ഈ പ്രതി, പോലീസ് നമ്മളോട് അത് ആവശ്യപ്പെട്ടതാണ്, അത്തരത്തിലൊരു തിരച്ചിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രതി രക്ഷപ്പെടുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രതിയുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഈ പ്രതിയെ ഇപ്പോൾ DYSP ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുന്നു. DYSP ഓഫീസിലേക്ക് പ്രതി എത്തിച്ചതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. DYSPയുടെ ഓഫീസിലേക്ക്, ക്യാബിനിലേക്ക് പ്രതി എത്തിച്ചിരിക്കുന്നു, കയറ്റിയിരിക്കുന്നു. ഇനി പറയുന്നത്, പോലീസ് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കൊള്ളയടിച്ച പ്രതി പിടിയിലായി. റിജോ ആന്റണി എന്ന ആളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. വളരെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഭാര്യ അയച്ച പണം മുഴുവൻ കൂട്ടുകാർക്കൊപ്പം ദൂർത്തടിച്ചതിന് ശേഷം 2 മാസത്തിന് ശേഷം മടങ്ങി വരുന്ന ഭാര്യയെ ഭയന്ന് ഭാര്യയ്ക്ക് പണം മടക്കി കൊടുക്കാനായി ഫെഡറൽ ബാങ്ക് നട്ടുച്ചയ്ക്ക് കൊള്ളയടിച്ച പ്രതിയുടെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. റിജോ ആന്റണി. ഏറ്റവും സങ്കടകരമായ കാര്യം, ഇയാൾക്ക് 2 കുട്ടികളുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവരെക്കുറിച്ച് പോലും ഇയാൾ ആലോചിച്ചില്ല. വളരെ ആർഭാടമായ രീതിയിൽ കഴിയുന്ന ഒരു കുടുംബമായിരുന്നു അത്. വിദേശത്ത് അധ്വാനിച്ച് പണം അയക്കുന്ന ഭാര്യയുടെ പണം മുഴുവൻ സുഹൃത്തുക്കൾക്കൊപ്പം ദൂർത്തടിച്ചതിന് ശേഷം പിന്നീട് പണമുണ്ടാക്കാൻ കണ്ടുപിടിച്ച ഏറ്റവും എളുപ്പ വഴിയാണ് 2-3 മിനിറ്റ് മാത്രം എടുത്ത ബാങ്ക് കൊള്ള. ജോമാൻ പുത്തൻപുരയ്ക്കൽ എനിക്ക് ഒരു സന്ദേശം അയച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഞാൻ മോർണിംഗ് ഷോയിൽ പറഞ്ഞു ഈ പ്രതി മിക്കാറും ഇന്ന് തന്നെ പിടിക്കും പോലീസ്. എനിക്കങ്ങനെ തോന്നിയതാണ്. ജസ്റ്റ് ഒരു ഗിസിങ് മാത്രമായിരുന്നു, അല്ല ഒരു പ്രവചന സ്വഭാവം ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ കാരണം ശാസ്ത്രീയമായ അന്വേഷണ രീതിയിലൂടെ കേരള പോലീസിന് ഇത് കണ്ടെത്താൻ കഴിയും. കാരണം നാട് മുഴുവൻ CCTV ഉള്ള ഒരു കാലത്ത് മൊബൈൽ ടവർ ലൊക്കേഷൻ വഴിയൊക്കെ തന്നെ ഈ പ്രതിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള സാധ്യതകൾ മുന്നിലുള്ളപ്പോഴാണ് പോലീസ് സേനയ്ക്ക് ഇയാളെ പിടിക്കാൻ കഴിയുമെന്നുള്ള പ്രഖ്യാപനം ഞാനിന്ന് മോർണിംഗ് ഷോയിൽ നടത്തിയത്. എന്തായാലും രാവിലെ തന്നെ നമ്മുടെ തൃശ്ശൂർ ലേഖകൻ സൂരജ് സജിക്ക് ഏകദേശം വിവരങ്ങൾ ലഭ്യമായിരുന്നു. പക്ഷേ ഈ മോഷ്ടാവിനെ കണ്ടെത്താനുള്ള പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിന് നമ്മൾ സഹായം നൽകുക എന്നതിൻ്റെ പേരിൽ ചില വിവരങ്ങൾ നമ്മൾ മറച്ചുവെച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം, ഈ പ്രതിയെ പോലീസ് വളരെ പൊക്കിയെടുത്ത് വെറും 3 മിനിറ്റ് മാത്രമാണ് ഇയാൾ സ്കൂട്ടറിലെത്തി ഈ പോട്ടയിലെ ഫെഡറൽ ബാങ്ക് കൊള്ളയടിക്കാനെടുത്ത സമയം. കാരണം അപ്പോൾ ഹിന്ദിയിലാണ് ഇയാൾ സംസാരിച്ചതെങ്കിലും ആൾ മലയാളിയാണെന്ന് പെട്ടെന്ന് തന്നെ പോലീസിന് മനസ്സിലായി. എന്ന് മാത്രമല്ല, ഫെഡറൽ ബാങ്കിനെ അടുത്തറിയാവുന്ന ഒരാൾ തന്നെയാണ് ഈ മോഷണത്തിന് പിന്നിലെന്ന് പോലീസിന് മനസ്സിലായി. കാരണം അത്രയ്ക്ക് വളരെ പരിചിതമായ സ്ഥലത്ത് കയറുന്ന രീതിയിൽ തന്നെയാണ് ഇയാൾ സ്കൂട്ടറിൽ വന്ന് ഒരു കൊച്ചു പിച്ചാത്തിക്ക് മുന്നിലാണ് ഇയാൾ ഈ കൊള്ളയൊക്കെ നടത്തിയത്. കൂടുതൽ പണം അവിടെ ഇരുന്നെങ്കിലും അത്യാർത്തി കാണിക്കാതെ 15 ലക്ഷം രൂപ മാത്രമെടുത്ത് മടങ്ങിപ്പോയ മഹാമനസ്കനായ പ്രതിയാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായത്. ഒരുപക്ഷെ വിദേശത്ത് നിന്ന് ഒരുപക്ഷെ നമ്മുടെ വാർത്ത വഴിയായിരിക്കാം ഒരുപക്ഷെ ഭാര്യ ഇത് വിദേശത്ത് നിന്ന് കേൾക്കുന്നത്. അവർ ഞെട്ടിയിട്ടുണ്ടാകും. താൻ അയക്കുന്ന പണം മുഴുവൻ ദൂർത്തടിച്ച് ഭർത്താവ് തന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ബാങ്ക് തന്നെ കൊള്ളയടിക്കാൻ ധൈര്യം കാണിച്ചു എന്നുള്ളത് ഒരുപക്ഷെ ആ ഭാര്യയ്ക്ക് താങ്ങാൻ കഴിയുന്ന കാര്യമായിരിക്കില്ല. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കുണ്ടാകുന്ന അവഹേളനത്തെക്കുറിച്ചൊന്നും ഈ പിതാവ് ആലോചിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എന്താണ് ഇയാൾക്ക് ഒരുപക്ഷെ ഇത്രയും വലിയൊരു ധൈര്യം ഒരു ബാങ്ക് കൊള്ളയടിക്കാൻ കിട്ടിയത് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്നിരുന്നാലും കൂടുതൽ വിവരങ്ങൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. സൂരജ് സജി ഈ മോഷണം നടന്നതിന് ശേഷം കൃത്യമായി കേസ് പിന്തുടരുന്ന സൂരജ് സജി വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. സൂരജ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയ വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രതി പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ക്യാമറ കണ്ണുകളിൽ നോക്കിയും പ്രതി കുറ്റസമ്മതം നടത്തിയതാണ്. പ്രതിയോട് നമ്മൾ ചോദിച്ചു, ഇത് കടത്തിന്റെ പേരിലായിരുന്നു ഈ മോഷണം എന്ന് ചോദിക്കുമ്പോൾ ജില്ലാ പോലീസ് മേധാവി, ഇപ്പോൾ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ പ്രതിയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പോവുകയാണ്. സാറേ, ചോദ്യം ചെയ്യാനായി പോവാണല്ലേ? ചോദ്യം ചെയ്യുന്നുണ്ട്. കുറെ കാര്യങ്ങൾ കോൺട്രഡിക്ടറി ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട്, അത് പരിശോധിക്കാനുണ്ട്. പ്രാഥമിക ചോദ്യം ചെയ്യൽ ചെയ്തു, അയാൾ സമ്മതിച്ചു. പക്ഷെ നമുക്ക് റിക്കവറിയെ സംബന്ധിച്ച് റിക്കവറി ഭാഗം കോൺട്രഡിക്ഷൻസ് ഉണ്ട്. ഞാൻ പറയാം, കുറച്ച് കോൺട്രഡിക്ഷൻസ് ഉണ്ട്, വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. ബ്രീഫിംഗ് ഞങ്ങളൊന്ന് ചോദിച്ചോട്ടെ. ഞങ്ങളുടെ അതായത്
ജില്ലാ പോലീസ് മേധാവിയുടെ പ്രതികരണമാണ് കേട്ടത്. അതായത് ചില കാര്യങ്ങൾ കൂടി ചോദിച്ചറിയേണ്ടതുണ്ട്. അത് ചോദിച്ചറിയുന്നതിന് വേണ്ടി ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ ഡിവൈഎസ്പി ഓഫീസിലേക്ക് കയറിപ്പോകുന്നതാണ് കണ്ടത്. പ്രതി ഇപ്പോൾ ഉള്ളത് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലാണ് ഉള്ളത്. SKN അതോടൊപ്പം തന്നെ ഈ മോഷണത്തിലേക്ക് വരികയാണെങ്കിൽ SKN ഈ റിജോയുടെ ഭാര്യ പലപ്പോഴായി വിദേശത്തു നിന്ന് ഈ അയച്ചു കൊടുത്ത പണം, ആ പണം ഇയാൾ ദൂർത്തടിച്ച് ചിലവഴിച്ചു എന്നുള്ളത് തന്നെയാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഭാര്യ അടുത്ത മാസം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പണം എങ്ങനെയെങ്കിലും തിരികെ വെക്കണം, അതിന് പ്രതിക്ക് മുന്നിൽ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് പ്രതി ഈ ഫെഡറൽ ബാങ്കിന്റെ ശാഖയ്ക്ക് മുന്നിലുള്ള പള്ളിയിലെത്തുന്നതും അവിടെ വെച്ച് ഈ ബാങ്ക് ശ്രദ്ധയിൽപ്പെടുന്നതും അങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പ്രതി നൽകിയിരിക്കുന്ന മൊഴി. അവിടെ സെക്യൂരിറ്റി ഇല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. പ്രതിയുടെ ചില സുഹൃത്തുക്കൾ ഈ ബാങ്കിന് സമീപത്തൊക്കെ ഉണ്ടായിരുന്നു. അവരെ കാണാൻ പോകുന്ന സമയത്തെല്ലാം തന്നെ ഈ പ്രതിയുടെ ശ്രദ്ധയിൽ പലപ്പോഴും ഈ ബാങ്ക് പെട്ടിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ ബാങ്കിലെ സുരക്ഷാ സംവിധാനത്തിന്റെ വീഴ്ച പ്രതി ബോധപൂർവ്വം മനസ്സിലാക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് എങ്ങനെ പണം മോഷ്ടിക്കാമെന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രതി ബാങ്കിനകത്ത് കയറുകയും ചെയ്തു. അതിനുശേഷം വിശദമായ പ്ലാനിങ്ങോടുകൂടി, അതായത് ദിവസങ്ങളെടുത്ത ഒരു പ്ലാനിങ് ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ആ പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് ഉച്ചയ്ക്ക് 2 മണിക്കും 2:30ക്കും ഇടയ്ക്ക് ഇവർ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയം തന്നെ നോക്കിക്കൊണ്ട് പ്രതി ബാങ്കിലെത്തുകയും 3 മിനിറ്റ് നേരം കൊണ്ട് അവിടെ നിന്ന് ഈ 15 ലക്ഷം രൂപയും എടുത്ത് പ്രതി കടന്നു കളയുന്നത്. നേരെ ദേശീയപാതയിലേക്ക് വരുന്നു. ദേശീയപാതയിൽ വന്നിരുന്ന പ്രതി ശരീരത്തിൽ ധരിച്ചിരുന്ന ജാക്കറ്റ് മാറ്റി 2 ടീഷർട്ടുകൾ അതിനടിയിൽ ധരിച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 ടീഷർട്ടുകൾ, ഈ ടീഷർട്ട് മാത്രം ധരിച്ചുകൊണ്ട് പിന്നീട് പ്രതി ഈ ഹൈവേയിലൂടെ യാത്ര ചെയ്ത് വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ SKN ഇത് കഴിഞ്ഞതിന് ശേഷം പോലീസ് ഈ മാസമായി ഇവിടെ ഉണ്ടായിരുന്ന ടവറുകളിലെ ഈ ഫോൺ നമ്പറുകൾ എടുക്കുന്നു. അത് ഇന്ന് രാവിലെ നമ്മൾ ഒരു ഉന്നത ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചപ്പോൾ ഈ ടെലികോം മന്ത്രാലയവുമായി എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ഇന്നലെ ഒരു അവധി ദിനമായതിന്റെ ഒരു പ്രശ്നം ഇവരെ സംബന്ധിച്ചുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് രാവിലെയാണ് ആ വിവരങ്ങൾ പോലീസിന് ലഭിച്ചതെന്നും പോലീസ് നമ്മളോട് തന്നെ സ്ഥിരീകരിച്ച കാര്യമാണ്. അങ്ങനെ ആ വിവരങ്ങൾ സോർട്ട് ചെയ്തതിൽ നിന്നാണ് ഈ ടീഷർട്ട് ധരിച്ചു പോകുന്ന ഒരാൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് 3 തവണ ഇവർ ഈ നമ്പറുകൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്തും ഈ സ്പെസിഫിക് CCTV വിഷ്വലും ഈ നമ്പറും ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇയാളിലേക്ക് തന്നെ എത്തുന്നു. പക്ഷേ ഇയാൾ തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ പോലീസിന് കഴിയുന്നില്ല. ഇതോടുകൂടി കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചപ്പോൾ ഹൈവേ കരികിൽ നിന്ന് ഇയാൾ വസ്ത്രം മാറുന്നതിന്റെ അടക്കമുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഈ CCTV വിഷ്വലിന് പിന്നാലെയാണ് ഈ പേരാമ്പ്ര അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് SKN ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി പ്രതികരിക്കും എന്ന് തോന്നുന്നു. കാണിക്കുകയാണ്, പ്രതിയെ പ്രദർശിപ്പിക്കുകയാണ്. CA എന്ത് ചെയ്യേ രാജു, നിങ്ങൾ ഇവിടെ സൈഡിൽ ഇരുന്നാൽ മതി. ഇച്ചിരി സ്പേസ്, അല്ലെങ്കിൽ ചെറിയ കസേര ഉണ്ടെങ്കിൽ ഇരിക്കാൻ സൗകര്യമുണ്ട്. ചെറിയ കസേര ഉണ്ടെങ്കിൽ നടന്നെടുത്താൽ സജീവ് കൂടി ഇരിക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥൻ, നമ്മുടെ ടീമെല്ലാം സൈഡിൽ വരണം. റിജോയും റിൻഡോ എന്നല്ലേ വേറെ പേര്? റിജോ തെക്കൻ റിൻഡോ. പ്രതിയുടെ ഇരിക്കുന്നില്ലേ ഡിവൈഎസ്പിമാർക്ക് എന്തായാലും പോട്ട ബാങ്ക് കവർച്ച കേസ് പ്രതി
പോലീസ് പിടിയിലായി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. റൂറൽ എസ് പിയുടെ ബ്രീഫിംഗ് അല്പസമയത്തിനകം ആരംഭിക്കും. ഈ പ്രതിയിലേക്ക് എത്തിയത് പോലീസ് എങ്ങനെയാണെന്നുള്ള ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അദ്ദേഹം നമ്മോട് വെളിപ്പെടുത്തും. ഭാര്യ അയച്ച പണം ദൂർത്തടിച്ച് 2 മാസത്തിന് ശേഷം വരുന്ന ഭാര്യയ്ക്ക് പണം മടക്കി കൊടുക്കാൻ വേണ്ടി ഇയാൾ കണ്ടുപിടിച്ച എളുപ്പവഴിയാണ് പോട്ടയിലെ ഫെഡറൽ ബാങ്ക് നട്ടുച്ചയ്ക്ക് കൊള്ള ചെയ്യുക എന്നുള്ളത്. 45 ലക്ഷത്തോളം ഇരുന്ന പണക്കെട്ടിൽ നിന്ന് 15 ലക്ഷം രൂപ മാത്രം അപകരിച്ചു. റിൻഡോ എന്ന് കൂടി പേരുണ്ട്. റിൻഡോ എന്ന് വിളിക്കുന്ന റിജു ആന്റണി ദീർഘകാലം അയാൾ ഗൾഫിലായിരുന്നു. വളരെ പ്ലാൻഡാണ് ഓപ്പറേഷൻ. വളരെ പ്ലാൻഡ് എന്ന് പറയുന്നത് അയാൾ ഹെൽമറ്റ് വെച്ചു. ഹെൽമറ്റ് വെക്കുന്നതിന് മുമ്പ് തന്നെ അകത്ത് ഇയാളൊരു മങ്കി ക്യാപ്പ്, ഒരു മാസ്ക് വെച്ചിട്ടാണ് ഹെൽമറ്റ് വെച്ചത്. കാരണം ഒരു തരത്തിലും ഐഡൻറ്റിഫൈ ചെയ്തത് അയാൾക്കറിയാം. CCTV ഉണ്ടാകും. CCTVയിലെ ഐഡൻറ്റിഫിക്കേഷനാണ് പോലീസ് പിടിക്കുന്നതെന്ന് അറിയാവുന്നത് കൊണ്ട് ഒരു തരത്തിലും ഐഡൻറ്റിഫൈ ചെയ്തെന്നുള്ള വളരെ ശ്രദ്ധയോടെ മുൻകൂട്ടിയുള്ള കരുതലോടെ വെൽ പ്ലാൻഡ് ഓപ്പറേഷനായിരുന്നു അയാൾ ചെയ്തത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അയാൾ ആ ബാങ്കിൽ വന്നു. ബാങ്കിൻ്റെ സിസ്റ്റം അല്ല അയാൾ കണ്ട് മനസ്സിലാക്കി. അതൊക്കെ അയാൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആ ബാങ്കിൽ ഉച്ചയ്ക്കുള്ള സമയം ആൾ കുറവാണെന്നും പൈസ ക്യാഷ് എവിടെയാണ് വെക്കുന്നതെന്നും ഇവരെ നമുക്ക് എങ്ങനെ മറ്റ് സ്റ്റാഫിനെ ഒഴിവാക്കി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അയാൾ വളരെ നന്നായിട്ട് പഠിച്ചു. പിന്നെ അയാളുടെ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് അയാൾക്കറിയാം. വാഹനം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പോലീസിന്. CCTV ഉണ്ടായിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് അയാൾ ചാലക്കുടി പള്ളി പെരുന്നാളിന് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബൈക്കിൻ്റെ നമ്പർ, അത് ഈ നമ്മൾ പുഷ് ചെയ്യുന്ന ഞെക്കി വയ്ക്കുന്ന നമ്പർ പ്ലേറ്റ് ഉണ്ട്, പുതിയ മോഡൽ, അതൊരെണ്ണം ഇളക്കിയിട്ടാണ് അയാൾ ഈ വണ്ടിയിൽ സെറ്റ് ചെയ്തത്. അപ്പോൾ വളരെ കരുതലോടെ മുൻകൂട്ടി വെൽ പ്ലാൻഡ്. ഇനി അയാൾ ചെയ്ത പരിപാടി, വാഹനത്തിൻ്റെ റിയർ വ്യൂ മിററുണ്ട്. റിയർ വ്യൂ മിറർ രണ്ടും അയാൾ മുൻകൂട്ടി ഊരി വെച്ചിട്ട് ഇവിടുന്ന് പോയപ്പോൾ ധരിച്ച ഡ്രസ്സ് മാറി രണ്ടാമത്തെ ഡ്രസ്സ് അയാൾ ഗ്ലൗസ് വരെ ഇട്ടു, ഫിംഗർ പ്രിൻറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടി, ഫിംഗർ പ്രിൻറ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടി, ഒരു തരത്തിലുള്ള ഐഡൻറ്റിഫിക്കേഷനും കിട്ടാതിരിക്കാൻ വേണ്ടി. അയാൾക്കറിയാം അയാൾ പറയുന്നത് കണ്ണിൻ്റെ റെറ്റിന ഐഡൻറ്റിഫിക്കേഷൻ, വിരലിൻ്റെ ഫിംഗർ പ്രിൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ, ഫേഷ്യൽ ഐഡൻറ്റിഫിക്കേഷൻ, വെഹിക്കിൾ ഐഡൻറ്റിഫിക്കേഷൻ, ഇതെല്ലാം തന്നെ ഒരു തരത്തിലും പിടിക്കാൻ പറ്റാത്ത രീതിയിൽ അയാൾ ഓപ്പറേറ്റ് ചെയ്ത്. ഡ്രസ്സ് ഐഡൻറ്റിഫിക്കേഷൻ അയാൾ ആദ്യം ഇട്ട ഡ്രസ്സല്ല, അങ്ങോട്ട് വന്ന വഴിക്ക് തന്നെ അയാൾ വഴി നല്ല ഡ്രസ്സ് മാറി, രണ്ടാമത്തെ ഡ്രസ്സ് ഇട്ടു. എന്നിട്ട് റൂട്ട് പ്ലാൻ ചെയ്തത് വരെ വളരെ ബുദ്ധിപൂർവ്വം ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞും മറിഞ്ഞും സാധാരണ നമ്മൾ പോകുന്ന സ്ട്രെയിറ്റ് റൂട്ട് വിട്ടു, ഒരു തരത്തിലും കിട്ടാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ബാങ്കിൽ നേരത്തെ നല്ല ധാരണയുണ്ട്. അയാൾ ബാങ്കിൽ വന്നു. നമ്മൾ കണ്ടതുപോലെ തന്നെ ഓപ്പറേഷൻ, സംശയമൊന്നുമില്ല. അതേപടി അദ്ദേഹം പറയുന്നു, ചെയ്തത് ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നു. എല്ലാം ഓപ്പറേറ്റ് ചെയ്തിട്ട് എൻ്റെ വേറെ രസം, ഇയാൾക്ക് വേറൊരു ഫെഡറൽ ബാങ്കിലാണ് അക്കൗണ്ട്. അയാൾ പറയുന്നു എനിക്ക് ആകെ ഒരു അക്കൗണ്ട് ഒരു ഫെഡറൽ ബാങ്കിലേ ഉള്ളത്. അപ്പം ഫെഡറൽ ബാങ്കിൻ്റെ സിസ്റ്റം അയാൾക്ക് നന്നായിട്ട് അറിയാം. ഉച്ചകാലത്ത് ബ്രേക്ക് ടൈം 2 to 2:30 അങ്ങനെയാണ് അയാൾക്ക് മനസ്സിലായെന്ന് അയാൾ പറയുന്നുണ്ട്. 2 മുതൽ 2:30 ആരും കാണത്തില്ലെന്ന് അയാൾക്കറിയാം ഫെഡറൽ ബാങ്കുകളിൽ. കാരണം അയാൾ ചാലക്കുടിയിലെ ഫെഡറൽ ബാങ്കിൻ്റെ ആണ് അയാൾക്ക് അക്കൗണ്ട് ഉള്ളത്. ഇത് പോട്ടയിലെ ഫെഡറൽ ബാങ്കാണ്. പിന്നെ അയാൾ ഓപ്പറേഷൻ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇറങ്ങിയതിന് ശേഷം അയാൾ വഴി തിരിച്ചും മറിച്ചും റൂട്ട് ഡീവിയേറ്റ് ചെയ്തൊക്കെ പോയി. ഇട റോഡിലൊക്കെ അയാൾ പോയിട്ടുണ്ട്. അയാൾക്കറിയാം പോലീസ് ചെക്ക് ചെയ്യുമെന്ന്. വഴിയിൽ പോലീസ് ഉണ്ടാകാൻ സാധ്യതയുള്ള റൂട്ടെല്ലാം അയാൾ ഒഴിവാക്കി. പോയിട്ട് പോകുന്ന വഴിക്ക് അയാൾ വീണ്ടും CCTV ക്യാമറ ഇല്ല എന്ന് മനസ്സിലാക്കിയ ഒരു സ്ഥലത്ത് പോയിട്ട് അയാൾ ഈ ഡ്രസ്സ് മാറി അയാൾ പുതിയ ഡ്രസ്സായി. ഇപ്പോൾ 3ാമത്തെ ഡ്രസ്സായി. ഓപ്പറേഷൻ ഇറങ്ങി 3ാമത്തെ ഡ്രസ്സ്. നമ്പർ പ്ലേറ്റ് എപ്പോഴും പഴയതാണ്. പിന്നെ ഇയാൾ ചെയ്തത് അവിടുന്ന് വീണ്ടും റിയർ വ്യൂ മിറർ പെട്ടെന്ന് ഫിറ്റ് ചെയ്തു. അത് ഒരു 400-500 മീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ റിയർ വ്യൂ മിറർ ഫിറ്റ് ചെയ്തു. അപ്പോഴാണ് ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ. ഞങ്ങളുടെ ഒരു കൺഫ്യൂഷൻ, ഒരു വണ്ടി പോന്നു, നേരത്തെ കണ്ട വണ്ടി അല്ലല്ലോ, നമ്പർ പ്ലേറ്റ് ഉണ്ട്, നമ്പർ പ്ലേറ്റ് നമുക്ക് അറിഞ്ഞുകൂടാ, കാരണം വ്യാജ നമ്പറാണ്. ഞങ്ങൾ നമ്പർ പ്ലേറ്റൊക്കെ വെരിഫൈ ചെയ്തു. അങ്ങനെ ഒരു നമ്പർ ഇല്ല. അങ്ങനൊരു വണ്ടി ഈ എൻഡോർക്ക് എന്ന് പറയുന്ന സ്കൂട്ടറാണിത്. TVSൻ്റെ എൻഡോർക്കിന് ഇല്ലാത്ത നമ്പറാണെന്ന് മനസ്സിലായി, വ്യാജ നമ്പറാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഡ്രസ്സ് ആദ്യം കണ്ട ഡ്രസ്സല്ല പിന്നെ കാണുന്നത്. കളറ് മാറി, ഡ്രസ്സ് മാറി, സ്യൂട്ട് മാറി. പിന്നെ പക്ഷേ ഷൂവിൻ്റെ അടിയിൽ ഒരു നമ്പർ, ഒരു കളറ് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഷൂവിൻ്റെ അടിയിലെ ആ കളറാണ് ഞങ്ങൾക്ക് ഒരു ഹിൻ്റായത്. പിന്നെ ഇയാൾ വീണ്ടും റൂട്ട് മാറ്റി എക്സ്ട്രീം ഇൻറ്റീരിയർ കുറേ പോയി, കറങ്ങിയിട്ട് വീണ്ടും അയാൾ ഹൈവേയിൽ വന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ബോധപൂർവം ചെയ്തതാണ്. ഈ 2 മിററും
നമുക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കി. അതാണ് നമ്മൾ സെക്കൻഡ് ഡേ വന്നപ്പോഴത്തേനും നമുക്ക് കുറേ കൺഫ്യൂഷൻ. പിന്നെ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഒരേ സമയം CCTV മാത്രമൊന്നുമില്ല, ഞങ്ങൾ വളരെ വെൽ പ്ലാൻഡായിട്ട്, അതാണ് കേരള പോലീസിൻ്റെ ഒരു ടീം വർക്ക് എന്ന് പറഞ്ഞത്. ഏറ്റവും സീനിയർ ഓഫീസർ, സംസ്ഥാന പോലീസ് മേധാവി മുതൽ ADGP LND മനോജ് എബ്രഹാം സാർ മുതൽ IGP പിന്നെ മീണ സാർ മുതൽ ഹരിശങ്കർ സാർ DIG ഹരിശങ്കർ സാറ്, ഞാൻ എൻ്റെ പിന്നെ DYSPമാർ, അത് നേതൃത്വം കൊടുത്തത് സുമേഷ് DYSP, കൊടുങ്ങല്ലൂർ DYSP പിന്നെ രാജു, ഞങ്ങളുടെ എല്ലാ ടീമും അതിനകത്തുണ്ട്. മുഴുവൻ പേർക്കും നല്ല റോളാണ്. കാരണം ഞങ്ങൾ 3 ദിവസം ഉറങ്ങിയിട്ടില്ല. കാരണം ഞങ്ങൾക്ക് പട്ടാപ്പകലൊരു മോഷണം നടക്കുക, നിങ്ങളത് വളരെ നല്ല രീതിയിൽ കവർ ചെയ്തു. തീർച്ചയായിട്ടും ഞങ്ങളതിനെ പോസിറ്റീവായിട്ട് എടുത്തു. റിജോ ഏറെ വർഷം ഗൾഫിലായിരുന്നു. ഇപ്പം നിലവിൽ അയാൾ ഇവിടെ വന്നതിന് ശേഷം കുറച്ച് സാമ്പത്തിക ബാധ്യതകളുണ്ട്. അയാൾക്ക് പുതിയൊരു വീടൊക്കെ വാങ്ങിച്ചു, ഇവിടെ വന്ന് നല്ല രീതിയിൽ ജീവിക്കുകയാണ്. അയാൾ വലിയ വീട് നോക്കിയാണ്. പക്ഷേ കുറേ സാമ്പത്തിക ബാധ്യത വന്നപ്പം അത് കവർ ചെയ്യാൻ അയാളൊരു തീരുമാനം എടുത്തു എന്നാണ് പറയുന്നത്. അത് ഞങ്ങൾ വെരിഫൈ ചെയ്യാനുണ്ട്. അയാൾ പറഞ്ഞ അതേപടി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല. അയാൾ കുറേ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പൈസയെ സംബന്ധിച്ച് പോലും അയാൾ തിരിച്ചും മറിച്ചൊക്കെ പറയുന്നുണ്ട്. അയാൾ കൺഫ്യൂസ്ഡായിട്ടാണ് പറയുന്നത്. പൈസ ഉണ്ട്, ഒരിടത്തുണ്ട് എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ഞങ്ങളിപ്പോൾ തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്. റിക്കവറി അയാൾ ഉണ്ടെന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനല്ല, ഞങ്ങൾക്കതിന് ഫോർമാലിറ്റി ഉണ്ട്. മാത്രമല്ല അയാൾ ആദ്യം ഒന്ന് പറയുന്നു, ഇച്ചിരി കഴിഞ്ഞാൽ വേറൊന്ന് പറയുന്നു. അത് ഞങ്ങൾ വെരിഫൈ, അതിനാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പ്രോപ്പറായിട്ട് ഇപ്പം ചോദ്യം ചെയ്യും. തുടർന്നറിവുകളെല്ലാം പെട്ടെന്നാണ്. ഇപ്പം തന്നെ ഞങ്ങളെല്ലാം ചെയ്യും. അയാൾ നല്ലപോലെ മദ്യപിക്കുന്ന ആളാണ്. അയാൾ സമ്മതിക്കുന്നുണ്ട്. ഈ കൊണ്ടുപോകുന്ന പൈസയിൽ നിന്ന് കുറച്ച് പൈസ അയാൾ ഒരു കുപ്പി ലിക്കർ വാങ്ങിച്ചെന്നും പറയുന്നുണ്ട്. അത്യാവശ്യം കടം 48-49 അയാൾക്ക് കടമുണ്ട്. ഒരു കടം അയാൾ 2,90,000 രൂപ ഒരാൾക്ക് കൊടുത്തായിട്ട് പറയുന്നുണ്ട്. ഈ പൈസയിൽ നിന്ന് 2,90,000 ലയബിലിറ്റി ബാങ്ക് അല്ലാതെ ഒരുപാട് കടങ്ങളുണ്ട്. അയാളൊരു വീട് വാങ്ങിച്ചു എന്ന് പറഞ്ഞു. വലിയൊരു വീടും വലിയ സൗകര്യത്തിന് വീടാണ് വാങ്ങിച്ചത്. അല്ല, 2,90,000 ഒരാൾക്ക് മാത്രം കടം വീട്ടാൻ കൊടുത്തു എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. ലിക്കർ വാങ്ങിച്ചു, എൻ്റെ കുറച്ച് പൈസ ചിലവാക്കി, കുറച്ച് പൈസ ബണ്ടിൽ പൊട്ടിക്കാതെ വെച്ചിട്ടുണ്ടെന്ന് അയാൾ പറയുന്നുണ്ട്. പക്ഷേ അത് അയാൾ തിരിച്ചും മറിച്ചും പറയുമ്പോൾ നമുക്ക് വെരിഫൈ ചെയ്യണം. ഞങ്ങളത് ഇപ്പം തന്നെ ചോദ്യം ചെയ്തിട്ട് ഇപ്പം തന്നെ തുറന്ന റോഡിലേക്ക് നമ്മൾ പോവുകയാണ്. വൈഫ് പുറത്താണ്, ഗൾഫിലാണ്, കുവൈറ്റിലാണ്, നല്ലൊരു ജോലിയിലാണ്. അവർ നഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. എന്തോ അത് റിക്കവറി ഞങ്ങൾ പറഞ്ഞല്ലോ. റിക്കവറി എന്ന് പറയുമ്പോൾ അതൊരു നിയമപരമായുള്ള നടപടിയാണ്. അപ്പോൾ അത് കറക്റ്റായ ഒരു ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം ഉടൻ തന്നെ ഉണ്ട്, അല്ലാതെ വൈകത്തില്ല. സ്വദേശം ചാലക്കുടിയാണ്. മാത്രമല്ല ആ ചാലക്കുടി ഫെഡറൽ ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് പള്ളി ഉണ്ടല്ലോ, പോട്ടാ പള്ളി. ആ പള്ളിയിൽ അതാണ് അയാൾ അവിടെ വരാൻ കാരണം. ആ പള്ളിയിൽ അയാൾ എല്ലാ ഞായറാഴ്ചയും വരാറുണ്ട്. അയാൾ അതേ ഇടവകയാണ്. ഭാര്യ ദൂർത്തടിച്ച് കളയുന്നു. അയാൾക്ക് അനാമത്ത് ചിലവുകൾ ഒരുപാടുണ്ട്, കമ്പനീസ് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. കുറേ കാര്യങ്ങൾ അയാൾക്ക് സാമ്പത്തിക ബാധ്യതയുണ്ട്, കുറേ പൈസ വേണമെന്ന് ആഗ്രഹമുണ്ട്. പെട്ടെന്ന് കണ്ടു, 3 കെട്ട് ഓപ്പൺ ആയിട്ടിരിക്കുന്ന കണ്ടു. അത് ഞാൻ ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിരുന്ന കണ്ട് കറക്റ്റായിട്ട് അത് കെട്ടിവെച്ചിരുന്നതാണ്. അത് അതേപടി എടുത്തു. അപ്പോഴത്തേന് അകത്ത് ആളുണ്ട്. ഫോൺ വിളിക്കുന്ന ശബ്ദമൊക്കെ അയാൾ കേട്ടു. അകത്ത് അവർ പലരും വിളിക്കുന്നുണ്ട് ഫോണിൽ. അപ്പോൾ റോഡ് സൈഡാണല്ലോ, കൂടുതൽ സമയം കളയാനില്ല, എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. അതാണ് അയാൾ സ്പീഡപ്പ് ചെയ്ത് നല്ലൊരു എമൗണ്ട് കിട്ടിയല്ലോ. നേരെ 3 ബണ്ടിൽ തന്നെ പെട്ടെന്ന് ഓപ്പണായിട്ടിരിക്കുകയാണ്. അതാണ് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങളൊന്ന് ചോദ്യം ചെയ്ത് ഞങ്ങളുടെ ഞാൻ അയാൾ ഫസ്റ്റ് ഓഫൻസ് എന്ന് പറയുന്നു. ചോദ്യം ചെയ്യലുണ്ട്. ചോദ്യം ചെയ്ത ശേഷം മാത്രമേ അയാൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അയാൾ ഞങ്ങൾ പെട്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഞങ്ങൾക്കതൊന്നും ഈ പറഞ്ഞൊന്നും ഞങ്ങൾ അതേപടി എടുക്കുന്നില്ല. ഈ പറഞ്ഞ ഒരു കാര്യവും ഞങ്ങൾ ഫൈനലായിട്ട് എടുക്കുന്നില്ല. അയാൾ പറഞ്ഞ് കിട്ടിയ വിവരങ്ങളാണ് പറഞ്ഞത്. ഇതെല്ലാം ഞങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി. ഞാനതാ പറഞ്ഞത്. ഉണ്ട്, അവിടെ പൈസ ഉണ്ട് എന്ന് അയാൾ എഗ്രി ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്കത് അതിൻ്റെ ഫോർമാലിറ്റി ഉണ്ട്. മാത്രമല്ല അയാൾ എവിടെ വെച്ചേക്കുന്നുള്ള തിരിച്ചും മറിച്ചൊക്കെ പറയുകയാണ്. അതായത് ഞങ്ങൾക്ക് ഒന്നും കൂടെ ചോദ്യം ചെയ്യണം. അല്ല, ആ ഭാഗമൊക്കെ അന്വേഷിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. പല റൂട്ട് തിരിച്ചും മറിച്ചൊക്കെ വന്നതായിട്ട് പറയുന്നു. അതിലെല്ലാം ക്ലാരിറ്റി വേണം. ഞങ്ങൾ ഒരുപാട് സമയം കിട്ടിയില്ലല്ലോ, ചെറിയ സമയമേ കിട്ടിയുള്ളൂ. അതെല്ലാം ചോദിച്ച് അയാൾ പറഞ്ഞതിനെല്ലാം ഞങ്ങൾക്കൊരു ഫൈനൽ അത് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളിലാണ്. ഞങ്ങൾ
പിന്നെ CCTV ഫുട്ടേജ് നോക്കി, കോൾ ഡീറ്റെയിൽസ് നോക്കി, പിന്നെ ടവർ ലൊക്കേഷൻ നോക്കി, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഉറക്കം ഒരു കഴിഞ്ഞ 3 ദിവസം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ഞങ്ങളുടെ പോലീസ് ടീം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അത് ഇന്ന് ഞായറാഴ്ചയാണ്. ഞങ്ങളുടെ മുഴുവൻ പോലീസും നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ചെയ്യാവുന്നൊരു മാക്സിമം തൃശ്ശൂർ ജില്ല, റൂറൽ ജില്ലയുടെ ഈ ക്രൈം വർക്കുമായിട്ട് ഇടപെടുന്ന ഞങ്ങളുടെ മുഴുവൻ റാങ്ക് വ്യത്യാസമില്ലാതെ എല്ലാവരും, ഇവരെല്ലാം പല സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാരാണ്. ഒറ്റ കാര്യം കൂടി, ഈ പ്രതി എന്താണ് നാട് വിടാതിരുന്നത്? അവിടെ തന്നെ ഈ അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കാൻ കാരണം അയാൾക്ക് പിടിക്കപ്പെടത്തില്ല എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അയാൾ പറയുന്നുണ്ട് അതിനാണ് അയാൾ ഇത്രയും ചെയ്തത്. കാരണം ഇത്ര പ്ലാൻഡ് ആയിട്ട് അയാളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? വണ്ടി എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അയാളുടെ വീട്ടുമുറ്റത്തു നിന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അത് ഞാൻ അതാ പറഞ്ഞത്, ഞങ്ങൾ വളരെ നല്ല രീതിയിൽ വളരെ കൃത്യമായിട്ട് ഓരോ ഇഞ്ചും, അതാണ് പല പ്രാവശ്യവും ഞങ്ങൾക്ക് എടുത്ത് പലതും പറയാൻ പറ്റില്ല. അയാള് ഷോക്ക്ഡ് ആയിപ്പോയെന്നാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഷോക്ക്ഡ് ആയിപ്പോയി. കാരണം അയാൾ പിടിക്കപ്പെടുമെന്ന് വിചാരിച്ചില്ല. കാരണം അയാൾ വലിയ നിലയിൽ വലിയ വീടൊക്കെ വെച്ച് നാട്ടുകാരുടെ എല്ലാം മുമ്പിൽ വലിയ ആളായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അയാളുടെ വീട് കണ്ടല്ലോ നിങ്ങൾ, വലിയൊരു വീടാണ്, വലിയ സൗകര്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അയാൾ വലിയ ആളായിട്ട്. കാരണം ഭാര്യ പുറത്താണ്, വലിയ ജോലിയുണ്ട്. അയാൾ ആക്ച്വലി ഞെട്ടിപ്പോയി. അയാൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും എന്നെ പിടിക്കുമെന്ന് വിചാരിച്ചില്ലെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അയാൾ പട്ടാപ്പോലെ കയറത്തില്ല. ഉച്ചയ്ക്ക് ശേഷം നിങ്ങളുടെ ടീം ഈ പരിസരത്തെല്ലാം കറങ്ങുന്നുണ്ട്. അപ്പോൾ പ്രതി സ്വാഭാവികമായിട്ട് കണ്ടിട്ടുണ്ട്. പ്രതിയുടെ വീട്ടിലത് കുടുംബസമ്മേളനം നടന്നിരുന്നു പറഞ്ഞു. അയാളുടെ വീട്ടിൽ കുടുംബസമ്മേളനം ഉണ്ടായിരുന്നു. അയാൾ പിന്നെ പത്രത്തിലല്ല, അയാൾ പറയുന്നത് ഫോണിൽ അയാൾ വാർത്ത കണ്ടു. അയാളുടെ ഫോണിൽ തന്നെ അയാൾ ഈ എല്ലാ ചാനൽ വാർത്തകളും അയാൾ കണ്ടതായിട്ട് അയാൾ പറയുന്നുണ്ട്. അപ്പം അപ്പോഴും അയാളുടെ ധാരണ അയാളെ പിടിക്കില്ല എന്നുള്ളതാണ് അയാളുടെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ അയാൾ നിൽക്കത്തില്ലല്ലോ. അയാൾ വളരെ പ്ലാൻ ചെയ്തതാണ്. പിടിക്കപ്പെടത്തില്ല. കാരണം ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു വഴി അയാൾ കൊടുത്തിട്ടില്ല. വണ്ടിക്ക് ഐഡൻറ്റിഫിക്കേഷൻ കൊടുത്തിട്ടില്ല. സാധാരണ പിടിക്കുന്നത് വണ്ടി ഐഡൻറ്റിഫിക്കേഷനും ആൾ ഐഡൻറ്റിഫിക്കേഷനുമാണ്. അതിനാണ് ഈ ഡബിൾ ഗാർഡ് എടുത്തത്. അതായത് അയാൾ നോക്കുക, ഇതിൽ എവിടെങ്കിലും അയാൾ ആ ഹെൽമെറ്റ് ഊരിയിട്ടില്ല. ഡ്രസ്സ് മാറുന്ന സ്ഥലത്ത് ഹെൽമെറ്റ് ഊരിയിട്ടില്ല. അയാൾ മിറർ റിമൂവ് ചെയ്ത സമയത്ത് അയാൾ ഹെൽമെറ്റ് ഊരിയിട്ടില്ല. ഒരിടത്ത് പോലും ഊരിയിട്ടില്ല. ഇത് പോലീസിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു പ്രൊഫഷണലിസം ഉണ്ട്. പിന്നെ പോലീസിൻ്റെ ഇന്ന് പോലും സീനിയർ ഓഫീസർ DIG സാർ ഇന്ന് തൃശ്ശൂർ വന്നു. ഞങ്ങളെല്ലാവരും സീനിയർ ഓഫീസേഴ്സ് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് എപ്പോഴും ഞങ്ങൾ ഇന്ന് മാത്രമാണ് ഞങ്ങൾ ഇല്ലയോ നിങ്ങളെല്ലാം വിളിക്കുമ്പോഴൊക്കെ ഞങ്ങൾ കറക്റ്റ് ട്രാക്കാണ്. കാരണം ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ടായിരുന്നു പിടിക്കാൻ പറ്റുമോ. 100% ഉറപ്പുണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ ആ രീതിയിലുള്ള വർക്കാണ് ചെയ്തത്. പിന്നെ ഇതേ സമയം ഞാൻ ബാങ്കിൽ പോയി. ഞങ്ങളുടെ ടീം ബാങ്കിലും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ തരത്തിലുള്ള വർക്കും ചെയ്തു. കാരണം ബാങ്കിൽ വരാൻ സാധ്യതയുള്ള സ്റ്റാഫ്, ബാങ്കിൽ ഞങ്ങളുടെ കാൽക്കുലേഷൻ എല്ലാം കറക്റ്റാണ്. ഇയാൾ 3 ദിവസം മുമ്പ് ബാങ്കിൽ വന്നു. ഞങ്ങൾ 3-4 ദിവസം മുമ്പ് ഇയാൾ ബാങ്കിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം കാണാൻ വേണ്ടി ഒരു ATM കാർഡുമായിട്ട് ATM കാർഡിൽ വർക്ക് ചെയ്യാത്തൊരു ATM കാർഡ് കൊണ്ടിട്ടിട്ട് അത് കേടാന്ന് പറഞ്ഞ് ഇയാൾ അകത്ത് കയറി. അപ്പം ഇതൊക്കെ ഞങ്ങളുടെ എക്സ്പയറി ആയ ATM കാർഡുമായിട്ട് അയാൾ വന്നിട്ട്, അപ്പം കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം ഇയാൾ ഉറപ്പായിട്ട് നേരത്തെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം ചെയ്തത് ആ ബാങ്കിലെ ലാസ്റ്റ് 15 ദിവസത്തെ അവരുടെ ഫുട്ടേജ് ഉണ്ടല്ലോ, അവരുടെ CCTV ഫുട്ടേജ് ഞങ്ങൾ എടുത്ത് പരിശോധിച്ചു. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ ചില തുമ്പുകളാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ചില കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ പറയുന്നില്ല. ബാധ്യത ഒരുപാടുണ്ട്. അയാൾ പലത് പറയുന്നു, അതൊക്കെ ഇനി വെരിഫൈ ചെയ്യാനുണ്ട്. അയാൾ കുടുംബമായിട്ടാണ് താമസിക്കുന്നത്. അയാളുടെ ഭാര്യ പുറത്താണ്, മക്കളൊക്കെ ഉണ്ട്. അല്ല, വഴിത്തിരിവ് ഞങ്ങൾ അന്നന്ന് നിങ്ങൾ നോക്കൂ. ഇന്ന് രാവിലെ ഞങ്ങൾ വീഡിയോ കോൺഫറൻസ് നടത്തി. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ VC നടത്തി. ഇന്നലെ രാവിലെ VC നടത്തി. ഇന്ന് രാവിലെ ഞാനിവിടെ വന്നു. ഞാൻ ഈ സ്റ്റേഷനിൽ വന്നു. ഞങ്ങളുടെ സീനിയർ ഓഫീസേഴ്സ് എല്ലാം തന്നെ ഓരോ ദിവസവും ഇങ്ങനെ വിളിച്ച് എൻ്റെ പ്രോഗ്രസ്, എല്ലാ സപ്പോർട്ടും എന്ന് പറഞ്ഞാൽ ഈ ഒരു ടവർ അല്ലെങ്കിൽ കോൾ ഡീറ്റെയിൽസ് എന്നൊക്കെ പറയുന്നതൊന്നും അങ്ങനെ വെറുതെ എടുക്കാൻ പറ്റത്തില്ല. തിരുവനന്തപുരത്ത് സംസ്ഥാന പോലീസ് മേധാവി ഓർഡർ തന്നാൽ മാത്രമേ നമുക്കൊരു ഇതൊരു കൂട്ടായ വർക്കാണ്. പോലീസുകാരുടെ ഒരു ഹാർഡ് വർക്കാണ് എൻ്റെ പുറകെ. 2 മണിക്ക് ശേഷം നിങ്ങൾ ഇയാളുടെ വീട്ടിലേക്ക് നേരിട്ട് ചെല്ലുകയാണ്. ഞങ്ങളിപ്പോഴാണല്ലോ ചെന്നൈ. ഞങ്ങൾ ഇങ്ങനെ അരിച്ചരിച്ച് നമ്മൾ കോമ്പിംഗ് എന്ന് പറയുമല്ലോ. നിങ്ങൾ നോക്കുക, കോമ്പിംഗ് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഇതൊരു കോമ്പിംഗ് ആയിരുന്നു. ഞങ്ങൾ നോക്കുക, നേരെ ഇയാളെടുത്ത് ചെല്ലുന്ന ഒരാളല്ല, 2 പേരല്ല, വലിയൊരു ടീമായിട്ട് ഞങ്ങൾ വളയുകയാണ്. കാരണം ഒരു കാരണവശാലും ഒരാൾ പെട്ടെന്ന് ഓടിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഞങ്ങൾ നല്ലതുപോലെ പ്ലാൻഡായിരുന്നു, വെൽ പ്ലാൻഡായിരുന്നു.
ഇന്ന് രാവിലെ അതിൻ്റെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. വൈകുന്നേരം 4-4:30 മണിക്ക് DIG തന്നെ വീഡിയോ കോൺഫറൻസിൽ വന്നു. ഞങ്ങളെല്ലാവരും കൂടെ വൈകുന്നേരം ഒരു ഡിസ്കഷൻ നടത്തി. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഒരു പ്രൊഫഷണലിസം, പോലീസിൻ്റെ പ്രൊഫഷണലിസം. സാധാരണ ഇങ്ങനത്തെ കേസുകൾ ഒരു 24 ഹവേഴ്സിനുള്ളിൽ കേരള പോലീസ് പിടിക്കാറുണ്ട്. പിടിക്കാൻ പറ്റുമല്ലോ, പിടിക്കാൻ പറ്റും. ബൈക്കിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ, CCTV ഫുട്ടേജ് ആണെങ്കിൽ കിട്ടാൻ പറ്റും. ഇത് നിങ്ങൾ കണ്ടല്ലോ, ഇത് ഇത്രയും പ്ലാൻഡായിട്ട് ചെയ്തിട്ടും നമ്മൾ പിടിച്ചല്ലോ. കേരള പോലീസ് അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ദയവ് ചെയ്ത് അത്തരം കാര്യങ്ങൾ പറയാൻ ഞങ്ങൾക്ക് കവർച്ച, അതാണ് ഞാൻ പറഞ്ഞത്. കവർച്ച നടത്തിയെന്ന് കുറച്ച് പൈസ എടുത്താൽ പറയുന്നു. പക്ഷേ വലിയ ബണ്ടിൽസ് സേഫായിട്ട് വെച്ചു എന്നാണ് അതിൽ നിന്ന് കിട്ടുന്ന സൂചന. അതെവിടാന്നൊന്ന് എടുക്കാനുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് റിക്കവറി ഉണ്ടാവും. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. 100 കണക്കിന് നിങ്ങൾ ചോദിച്ചാൽ മതി. ഈ പട്ടണത്തിൽ, ഈ ചാലക്കുടി, പോട്ട, ഈ പരിസര പ്രദേശങ്ങളിൽ ഞങ്ങൾ ചെല്ലാത്ത മേഖലയില്ല. ഞങ്ങൾ ഞായറാഴ്ച വരെ എത്രയോ പേരെ വിളിച്ചുണർത്തി. ഞങ്ങൾ അവസാനം ഈ എൻഡോർക്ക് സ്കൂട്ടർ എന്ന് പറയുന്നത്, അതിനൊരു GPS സംവിധാനമുണ്ട്. ഇൻബെൽറ്റ് ഉണ്ടോ എന്നൊരു സംശയം വന്നിട്ട് ഞങ്ങളത് ഫോൺ പെയ്ഡ് ആണെന്ന് നോക്കി. അതുവരെ ഞങ്ങൾ പരിശോധിച്ചു. അതിലും ഞങ്ങൾക്ക് ചില സൂചന കിട്ടി. അതൊന്നും ഞങ്ങളിപ്പോൾ പറയുന്നില്ല. ഈ സ്കൂട്ടറിന് ആഴ്ചകൾക്ക് മുമ്പ് അയാൾ തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ആ ഡേറ്റ് ഫിക്സ് ചെയ്തത് 4 ദിവസം മുമ്പാണ്. അത്രയേ ഉള്ളൂ. അയാൾക്കറിയാം വെള്ളിയാഴ്ചകൾ, ഈ നേരെ ഓപ്പോസിറ്റ് പോട്ട പള്ളിയാണ്. ഈ പോട്ട പള്ളിയിൽ ആദ്യ വെള്ളിയാഴ്ച, എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ചയും അവസാന വെള്ളിയാഴ്ചയും പ്രാർത്ഥനയുണ്ട്, കുർബാനയുണ്ട്. അയാൾക്കറിയാം 2ാം വെള്ളിയാഴ്ചയും 3ാം വെള്ളിയാഴ്ചയും ഇല്ല. ഇത് കൃത്യം നോക്കിക്കോണം, 2ാം വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇയാൾ സെലക്ട് ചെയ്തത് ഇത് വേറൊരു വെള്ളിയാഴ്ച ആയിരുന്നെങ്കിൽ അവിടെ വലിയ ജനമാണ്. പിന്നെ അവിടെ കല്യാണം, എല്ലാ ദിവസവും കല്യാണവും ചടങ്ങും മാമോദീസ, വിവിധ ഈ ആത്മീയ ചടങ്ങുകളുണ്ട്. അന്ന് ഒരു ചടങ്ങുമില്ല. വെള്ളിയാഴ്ചകളിലില്ല. വെള്ളിയാഴ്ചകളിലാകെ ഉള്ളത് 1ാം വെള്ളിയാഴ്ചയും 4ാം വെള്ളിയാഴ്ചയും മാത്രമാണ്. അതാണ് കറക്റ്റ് ഈ വെള്ളിയാഴ്ച സെലക്ട് ചെയ്തത്. ഇനി അയാൾ വേറൊരു ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായതുകൊണ്ട് അയാൾക്കറിയാം 2 മുതൽ 2:30 വരെയാണ് ആ ബാങ്കിൻ്റെ. ഈ സമയത്ത് ആരും ഫ്രണ്ടിലില്ല. ക്യാഷ് കൗണ്ടർ കാര്യമായിരിക്കും. പൈസ ഇതുപോലെ വെച്ചേക്കും. അപ്പോൾ എന്തൊക്കെയാണോ ഒരു ധനകാര്യ സ്ഥാപനത്തിൻ്റെ ലൂപ്പ് ഹോൾസ്, നമ്മൾ സാധാരണ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ. കരിക്കത്തി അയാൾ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. കരിക്കത്തി അയാൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അയാൾ പറയുന്നുണ്ട്. അപ്പോൾ അത് പക്ഷേ കണ്ടെടുക്കണം. അതും എവിടെയൊക്കെയോ ഉണ്ട്, ഞങ്ങൾക്ക് നോക്കാനുണ്ട്. എവിടെയോ വെച്ചിട്ടുണ്ടെന്ന് അയാൾ പറയുന്നുണ്ട്. ഞങ്ങളത് പരിശോധിക്കും. ഞാൻ ദയവ് ചെയ്ത് ഇനി കൂടുതൽ കാര്യങ്ങൾ പറയാൻ, ആ ഭാഗം ഞങ്ങൾ അന്വേഷിക്കണമല്ലോ. നിലവിൽ അയാൾ ചെയ്തു എന്ന് പറയുന്നു. കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിക്കുകയാണ്. ഞങ്ങളുടെ ടീം എല്ലാവരും ഇല്ല ഇവിടെ. കുറച്ച് പേര് ഇപ്പോഴും വേറെ ചില കാര്യങ്ങൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി പോയിരിക്കുക. ഞങ്ങളുടെ ടീമിൽ 20, 25, 30, ഞങ്ങൾ ആദ്യം ടീം ഒരു 25 പേരുടെ ടീം ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ 7 പേരെയും കൂടെ, ഇന്നലെ 7 പേരെയും കൂടെ ചേർത്തു ടീമിനകത്ത്. കാരണം ഇത് പിടിച്ചേ പറ്റൂ. കാരണം പട്ടാപ്പകൽ ഒരു ബാങ്കിൽ, ധനകാര്യ സ്ഥാപനത്തിൽ കയറുക എന്ന് പറയുന്നത്, അത് നമുക്ക് കേരള ജനം അത് അംഗീകരിക്കത്തില്ലല്ലോ. കേരളത്തിലെ ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥ അങ്ങനെയാണ്. നമ്മളും അങ്ങനെയാണ്. നമ്മൾ 0 ടോളറൻസ് ആണ് കാര്യത്തിൽ. അല്ല, അങ്ങനെ വേണമല്ലോ. അങ്ങനെ ഒരു സന്ദേശം വരണം. അങ്ങനെ പ്രത്യേകിച്ചും അയാൾ കത്തി കാണിച്ച് കത്തിയുടെ മുൾമുനയിൽ നിർത്തി. അയാൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കത്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന് പരിശോധിക്കണം, നോക്കിയെടുക്കണം. അയാൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കത്തിയാണ്. അയാൾ പറയുന്നുണ്ട് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കത്തിയാണ്. അല്ല, ആ ഭാഗം ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം അയാൾ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് ഞങ്ങൾ തുടർ നടപടികൾ നടക്കും. ഇന്ന് തന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാണ്. ഇത് ഇവിടെ തീരുന്നില്ല. അയാൾ ഈ ചെയ്ത കുറ്റത്തിന് കോടതിയിൽ കറക്റ്റ് നടപടി ഉണ്ടാവും. അതാണ് കോടതിയിൽ നിന്ന് കറക്റ്റ് ശിക്ഷ വാങ്ങിച്ചു. അല്ല, അതിനെ കുട്ടികളെ കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. അല്ലല്ല, ഒറ്റയ്ക്കല്ല താമസിക്കുന്നത്. പക്ഷേ അവരെ കുറിച്ച് പറയുന്നില്ല. 2 കുട്ടികളുള്ളത് പറയുന്നില്ല. ശരിയല്ല. അല്ല, ആ കാര്യങ്ങൾ, വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ശരിയല്ല. ശരി, താങ്ക് യു സോ മച്ച്. ശരി. നിങ്ങൾക്ക് നന്ദി. കാരണം ഞങ്ങൾ പറഞ്ഞല്ലോ, വിശദീകരിക്കുകയായിരുന്നു എങ്ങനെയാണ് ചാലക്കുടിയിലെ പോട്ടയിലെ ഫെഡറൽ ബാങ്ക് കൊള്ള ചെയ്തതെന്നും ഈ പ്രതി എങ്ങനെയാണ് ഈ കേസിൽ അകപ്പെട്ടതെന്നും. ചാലക്കുടി പോട്ടയ്ക്ക് സമീപം തന്നെ താമസിക്കുന്ന റിജോ ആന്റണിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അയാൾക്ക് 49 വയസ്സ് പ്രായമുണ്ട്. എന്തായാലും ഇയാൾ ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം, ഈ പ്രതി റിജോ കുറച്ചു കാലം കുവൈറ്റിൽ ജോലി ചെയ്തിരുന്നു. 2020 മുതൽ ഇയാൾ ജോലിയൊക്കെ കളഞ്ഞ് നാട്ടിൽ മറ്റ് ജോലിയൊന്നും ഇയാൾ ചെയ്തിരുന്നില്ല.
മേലൂരായിരുന്നു ഇയാൾ താമസം. 2 വർഷമായി പോട്ടയിൽ ഒരു വീട് വിലയ്ക്ക് വാങ്ങി വീട് പണിത് അവിടെ താമസിക്കുകയായിരുന്നു. പിതാവ് ആന്റണി മരിച്ചുപോയി. റിട്ടയർഡ് വില്ലേജ് ഓഫീസറായിരുന്നു അദ്ദേഹം. ഭാര്യ ഇപ്പോഴും കുവൈറ്റിൽ നഴ്സായി ജോലി ചെയ്യുന്നു. ഭാര്യ കഴിഞ്ഞ വർഷം ഏപ്രിലിന് അവധിക്ക് നാട്ടിൽ വന്നിരുന്നു. അദ്ദേഹത്തിന് 2 മക്കളാണുള്ളത്. അവരുടെ വിശദാംശങ്ങൾ നമ്മൾ മനഃപൂർവ്വം പറയുന്നില്ല. മോഷ്ടിച്ച പണത്തിൽ യഥാർത്ഥത്തിൽ ഇയാൾ ചെയ്ത പ്രശ്നമെന്ന് പറഞ്ഞാൽ കുവൈറ്റിൽ നിന്ന് അവർ നഴ്സായി കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയ പണം മുഴുവൻ ഇയാൾ ദൂർത്തടിച്ച് കളഞ്ഞു സുഹൃത്തുക്കളുമായി ചേർന്ന്. എന്നിട്ട് ഭാര്യ നാട്ടിലേക്ക് മടങ്ങി വരുന്നു 2 മാസങ്ങൾക്ക് ശേഷം എന്ന് മനസ്സിലായപ്പോൾ ഈ പണമുണ്ടാക്കാൻ ഇയാൾ കണ്ടുപിടിച്ച ഏറ്റവും വലിയ മാർഗ്ഗമാണ് പോട്ടയിലെ ഫെഡറൽ ബാങ്ക് കൊള്ളയടിക്കുക എന്നുള്ളത്. അതിനയാൾ തിരഞ്ഞെടുത്ത ഒരു വെള്ളിയാഴ്ച, അതും നട്ടുച്ച നേരത്ത് 3 മിനിറ്റ് കൊണ്ട് ബാങ്ക് കൊള്ളയടിച്ചു. 45 ലക്ഷം രൂപ ഇരുന്ന ബാങ്കിൽ നിന്ന് 15 ലക്ഷം രൂപ മാത്രം കൈക്കലാക്കി മോഡലായി അയാൾ. മറ്റ് കള്ളന്മാരൊന്നും ചെയ്യാത്ത രീതിയിൽ ഇയാളെ ഒരു കൊള്ളക്കാരനെന്ന് വിളിക്കാമെന്നൊരു സംശയമുണ്ട്. കാര്യം ഒരു കൊച്ചു പിച്ചാത്തിയുമായിട്ട്, ഒരു കറിക്കരിയുന്ന പിച്ചാത്തിയുമായിട്ടാണ് ഇയാൾ മോഷണം നടത്താൻ അവിടെ കയറിയത്. കയ്യിൽ തോക്കോ അങ്ങനെയുള്ള അത്യാധുനിക ഉപകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരുപാട് ബാധ്യതകൾ ഇയാൾക്കുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. കാടുകുറ്റിയിലുള്ള ബിനോയ് എന്ന പലിശക്കാരന് കടം വാങ്ങിയ തുക ഇയാൾ അടുത്തിടെയാണ് തിരിച്ചു കൊടുത്തത്. ഈ മോഷ്ടിച്ച പണത്തിൽ നിന്നാണ് ഈ പൈസ കൊടുത്തതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ പോലീസിന് ഒരു സൂചനയും കിട്ടാത്ത രീതിയിൽ എല്ലാ പഴുതുകളും അടച്ച് അയാൾ വളരെ തന്ത്രപൂർവ്വം ആസൂത്രിതമായി നടത്തിയ ഒരു ബാങ്ക് കവർച്ചയാണ് ഈ പോട്ടയിൽ ഉണ്ടായത്. കാരണം എല്ലാ പഴുതുകളും അയാൾ അടച്ചിരുന്നു. CCTVയിൽ പതിയാതിരിക്കാനും ഫിംഗർ പ്രിൻ്റ് വരാതിരിക്കാനും ഫേഷ്യൽ ഐഡൻറ്റിഫിക്കേഷൻ വരാതിരിക്കാനുമുള്ള എല്ലാ മുൻകരുതലുകളും അയാൾ സ്വീകരിച്ചു. ഇടയ്ക്കിടയ്ക്ക് വസ്ത്രം മാറി, ഹെൽമെറ്റ് കൊണ്ട് മുഖം മറച്ചു. അങ്ങനെ എല്ലാം ചെയ്തിട്ടും നമ്മുടെ പോലീസ് സേനയുടെ കരുത്ത് അയാൾക്ക് മനസ്സിലായി. 3 ദിവസം എടുത്ത് ഒരു ഞായറാഴ്ചയായിരുന്നു. പോലീസ് സംഘം പല രീതിയിൽ അന്വേഷണം നടത്തി അവസാനം ടവർ ലൊക്കേഷൻ വഴി, അതുപോലെ തന്നെ അയാളുടെ മറ്റ് ചില പോലീസ് വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടാത്ത ചില സൂചനകളൊക്കെ വെച്ച് അയാളെ മനസ്സിലാക്കുകയും ഒരിക്കലും താൻ പിടിക്കപ്പെടില്ല എന്ന് വിശ്വസിച്ച് വളരെ ആത്മവിശ്വാസത്തോടെ തൻ്റെ വീട്ടിലിരിക്കുമ്പോഴാണ് പ്രതിയെ തേടി പോലീസ് അവിടേക്ക് കടന്നു ചെല്ലുന്നതും പ്രതി ഷോക്കിലായി പിടിയിൽ വീണതും. കൂടുതൽ വിശദാംശങ്ങളുമായി ഈ കേസ് ഇത് ഉണ്ടായ ദിവസം മുതൽ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളായി കേസ് പിന്തുടരുന്ന ഞങ്ങളുടെ തൃശ്ശൂരിൻ്റെ വാർത്താ സംഘം മേധാവി സൂരജ് സജി നമുക്കൊപ്പം വീണ്ടും ചേരുകയാണ്. ഈ ആശാരി പാടത്തെ ഈ പ്രതി, അതായത് ഈ റിജോ എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് സൂരജിന് നൽകാൻ കഴിയുന്നത് നമുക്ക് നോക്കാം. സൂരജ്, മറ്റെന്തെങ്കിലും വിവരങ്ങൾ പോലീസ് നമുക്ക് നൽകുന്നുണ്ടോ? മാത്രമല്ല, നമ്മൾ പോലീസിനെ സഹായിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ രാവിലെ തന്നെ മറച്ചു വെച്ചിരുന്നു. അന്വേഷണത്തിന് ഒരിക്കലും പോലീസിനെ നമ്മൾ സമ്മർദ്ദത്തിലാക്കിയില്ല. നമ്മൾ വളരെ മോഡലായിട്ട് തന്നെയാണ് പ്രവർത്തിച്ച ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടും നമ്മളത് സംപ്രേഷണം ചെയ്തില്ല. നല്ല കാര്യം, വെൽ ഡൺ. യാതൊരു തരത്തിലും തന്റെ കൃഷ്ണമണി പോലും തീർച്ചയായും നമ്മുടെ ആ ഒരു നടപടിയെ പോലീസും വലിയ രീതിയിൽ അഭിനന്ദിക്കുന്നുണ്ട്. കാരണം ഈ പോലീസിന് തന്നെ അറിയാവുന്ന കാര്യമാണ്. ഇന്ന് നമ്മൾ പേരാമ്പ്രയിൽ എത്തിയതും അവിടുത്തെ പോലീസിന്റെ ദൃശ്യവും തെരച്ചിലും എല്ലാം നമ്മൾ പകർത്തിയതാണ്. പക്ഷെ അതിനുശേഷം ആ ദൃശ്യം പോലും നമ്മൾ വേണ്ട എന്ന് കരുതി ഒരു വേള നമ്മൾ കൊടുത്തില്ല. പിന്നീട് ബോധപൂർവം നമ്മൾ ഈ പ്രതിയെ തിരഞ്ഞ് പോലീസ് സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകുന്നു, മലപ്പുറം, പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിക്കുന്നു എന്ന തരത്തിൽ പോലീസിനെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ ആ വാർത്തയും നൽകിയത് അങ്ങനെ തന്നെയാണ്. ആ സമയത്ത് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗമടക്കം വലിയ രീതിയിൽ ഈ തെരച്ചിൽ നടത്തുന്നതിന്റെ അടക്കമുള്ള വിവരങ്ങളും എല്ലാം നമുക്ക് ലഭ്യമായിരുന്നു. പക്ഷെ നമ്മൾ അത് പുറത്തുവിട്ടില്ല. പക്ഷേ ഈ പ്രതിയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. 2020 വരെ ഇയാൾ ഈ കുവൈറ്റിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. 2020 നാട്ടിൽ വരുന്നത്. നാട്ടിൽ വന്നതിന് ശേഷം ഈ റിജോയ്ക്ക് പ്രത്യേകിച്ച് ജോലികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ നാട്ടിൽ ജോലിയൊന്നുമില്ലാതെ നിന്നതുകൊണ്ട് തന്നെ ഇയാൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇതുവരെ ഇവർ താമസിച്ചിരുന്നത് ഈ ചാലക്കുടിക്കടുത്ത് മേലൂർ എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു. അതിനുശേഷം ഈ 2 വർഷം മുമ്പാണ് ഈ ആശാരിപ്പാറയിൽ ഇവർ ഒരു വീട് പണിത് താമസമാകുന്നത്. ഈ പിതാവ് ആന്റണി മരിച്ചതിന് ശേഷമാണ് ഇവർ ഇങ്ങോട്ട് വരുന്നതെന്നുള്ളതാണ് പറയുന്നത്. പിതാവ് ആന്റണി വില്ലേജ് ഓഫീസറായിരുന്നു. ഭാര്യ കുവൈറ്റിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. അങ്ങനെ ഭാര്യ കുവൈറ്റിലേക്ക് മടങ്ങുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ലീവിന് വന്ന് പോയതാണ്. അതിനുശേഷം ഇവർ പലപ്പോഴായി അയച്ച ആ പണം ചിലവഴിച്ച് അതൊരു ദൂരത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും നമ്മളോടൊപ്പം ജില്ലാ പോലീസ് മേധാവി കൂടി ചേരുകയാണ്. സാർ, എന്തായാലും പോലീസിനെ സംബന്ധിച്ച് അഭിനന്ദനാർഹമായ ഒരു നേട്ടമാണ് അല്ലേ? പോലീസിൻ്റെ ടീം വർക്കാണ്. കേരള പോലീസിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ്. ഞങ്ങൾ 3-4 ദിവസമായിട്ട് ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരെല്ലാം വല്ലാത്തൊരു ഞങ്ങൾക്ക് വലിയ ടെൻഷനായിരുന്നു. കാരണം കിട്ടിയില്ലെങ്കിൽ വളരെ മോശമാണ്. കിട്ടിയേ പറ്റൂ, നോ അതർ ഓപ്ഷൻ. നമ്മളും ഈ പറഞ്ഞതുപോലെ പോലീസിനെ സഹായിക്കുന്ന ഒരു നിലപാടായിരുന്നു. പിന്നെ പേരാമ്പ്രയിൽ ഞങ്ങൾ വന്നിട്ടും കൊടുക്കണ്ട എന്നൊരു നിലപാടെടുത്തു. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. ഞങ്ങൾ നല്ലപോലെ ഞങ്ങളുടെ പോലീസുകാർ, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഹോളിഡേ ആയിരുന്നു. ഇവരെ രാവിലെ വിളിച്ച് ഇന്നലെ രാത്രി വെളുപ്പിന് 2:30 വരെ ജോലി ചെയ്ത ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും
ഒരു മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ട് വീണ്ടും ഇറങ്ങി. കാരണം ഞങ്ങൾക്ക് ഇത് പിടിച്ചില്ലെങ്കിൽ ഇറങ്ങാൻ പറ്റത്തില്ല പുറത്ത്. അത് രാവിലെ പെട്ടെന്നുള്ള ഇൻഫർമേഷൻ ആയിരുന്നു സാറിന്റെ, ഇവരോട് പേരാമ്പ്രയിലേക്ക് വരൂ എന്ന് പറഞ്ഞ് പലരും ഈ ഉറക്കം പോലും മാറ്റി വെച്ചു. അല്ല ഞങ്ങൾ കേട്ടില്ല എന്താ പറയുക. അല്ല ഇന്ന് രാത്രി സന്ധ്യ കഴിഞ്ഞിട്ടുള്ള സമയത്താണ്. അപ്പം ഞങ്ങൾ മേൽ ഓഫീസർമാരും എല്ലാം ഉണ്ടല്ലോ, മേളിൽ നിന്ന് ഇങ്ങനെ പിടിച്ചേ പറ്റൂ എന്നുള്ളൊരു എല്ലാവരും ഉറക്കം പോലും മാറ്റി വെച്ച് രാവിലെ ഇറങ്ങി. അതാ പറഞ്ഞത്, ഇത് ഏറ്റവും മേളിൽ സംസ്ഥാന പോലീസ് മേധാവി മുതൽ താഴെ അറ്റം വരെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളുടെ മൊത്തം സിസ്റ്റം, പിന്നെ ഇതിനെ കണക്ട് ചെയ്തറിയാമല്ലോ, പോലീസ് മാത്രമല്ലല്ലോ, പോലീസുമായി ബന്ധപ്പെട്ട എല്ലാ സിസ്റ്റത്തിൻ്റെയും സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ നേരായ ട്രാക്കായിരുന്നു. നിങ്ങൾ എല്ലാവരും ആര് ചോദിക്കുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളത് പിടിക്കും എന്ന് തന്നെയാണ്. ചെക്ക് കണ്ടപ്പോഴും സാർ അതായിരുന്നു പറഞ്ഞു. അയാള് ഹിന്ദി, അതാണ് ഞാനത് പറയാൻ വിട്ടുപോയത്. അതായത് ഹിന്ദിയാണ്, അയാൾ ഹിന്ദി അല്ലാതൊരു ഭാഷയും പറഞ്ഞില്ല. അയാൾ ഉപയോഗിച്ച വേറൊരു തന്ത്രമാണ്. ഹിന്ദി പറഞ്ഞാൽ നമ്മൾ സ്ഥിരം ബംഗാളി അല്ലെങ്കിൽ ഹിന്ദിക്കാരെന്ന് പറയുമല്ലോ, പക്ഷെ കൊടവയർ കുടുക്കി അല്ലേ, കൊടവയർ കുടുക്കി. പക്ഷേ അവിടെ ഏറ്റവും വലിയൊരു ഐഡൻറ്റിഫിക്കേഷൻ കിട്ടിയത് അയാളുടെ കൊടവയർ കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷേ അയാൾ നോക്കൂ, ഹിന്ദി 4 വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. അത് അയാൾ പറയുന്നു ഞാൻ വളരെ ബോധപൂർവ്വം. അപ്പോൾ അയാൾ വളരെ ക്യാഷ് ദേതോ, ചാവി ദേതോ, ക്യാഷ് ദേതോ, അങ്ങനെയുള്ള വാക്കുകൾ മാത്രമേ പറഞ്ഞുള്ളൂ. അതാണ് പോലീസിനെ കബളിപ്പിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും വളരെ വിദഗ്ധമായി, അതിവിദഗ്ധമായി. അയാള് കുറെ വർഷം പുറത്തുണ്ടായിരുന്നല്ലോ, ദീർഘകാലം യൂട്യൂബൊക്കെ പഠിച്ചിരുന്നു, യൂട്യൂബോ ഗൂഗിൾ ഇന്റർനെറ്റിൽ പരതിയിരുന്നു. അല്ല, അതൊക്കെ പരിശോധിക്കണം. അയാളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്, അതൊക്കെ പരിശോധിക്കണം. അതാണ്, അതായത് ഇപ്പോൾ പോലീസും പറയുന്നുണ്ട്, അതായത് ഇയാൾ വളരെ തന്ത്രപരമായാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. പ്രത്യേകിച്ച് വിദേശത്തടക്കമുണ്ടായിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ സംബന്ധിച്ച് കൃത്യമായ ധാരണകൾ ഉണ്ടായിരുന്നു. ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ഈ മോഷണം നടത്തിയതെന്നുള്ളത് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. എസ്കേൻ കേൾക്കാമെന്ന് കരുതുന്നു. എസ്കേൻ കേൾക്കാം, സൂരജ് സജി കേൾക്കാം. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇയാളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. ഇന്ന് പോലീസ് ഇയാളെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. അതായത് ഇന്ന് രാവിലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു എസ്കേൻ, അതായത് DIG ഹരിശങ്കർ സാർ അന്ന് ആദ്യ ദിവസം ഈ സംഭവം ഉണ്ടായ ശേഷം അന്ന് ആദ്യമായി ഈ പ്രതി ഒരു മലയാളിയാണെന്ന് പറയുന്നത് തൃശ്ശൂരിലെ റേഞ്ച് DIG ആയിട്ടുള്ള ഹരിശങ്കർ സാർ ആയിരുന്നു. അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ ബംഗാളികൾ ഒരിക്കലും ഇത്തരത്തിൽ ഇത്രയും വലിയൊരു വയറുമായി വരില്ല എന്നുള്ളതായിരുന്നു ഈ ഹരിശങ്കർ സാറിന്റെ ഒരു നിഗമനം. അത് അന്ന് തന്നെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിരുന്നെങ്കിലും എന്താണ് ആ നിഗമനത്തിന് കാരണം എന്നുള്ളത് അദ്ദേഹം പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ ഇത് ഒരു മലയാളിയാണെന്ന് പോലീസ് ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഉറപ്പിക്കുന്നു. ആ വിവരം രാവിലെ തന്നെ നമ്മൾ കൊടുത്തതാണ്. രണ്ടാമത് പോലീസിന്റെ ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് ഈ നമ്പർ പ്ലേറ്റ് വ്യാജമാണ് എന്നുള്ളതായിരുന്നു പോലീസിന്റെ ഒരു രണ്ടാമത്തെ കണ്ടെത്തൽ. പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ടവർ ലൊക്കേഷനും അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങളും കോർത്തിണക്കിക്കൊണ്ട് നടത്തിയ അന്വേഷണമാണ് ഈ പ്രതിയിലേക്ക് എത്തിയത്. പക്ഷേ ഈ പ്രതി ഈ മോഷണത്തിലേക്ക് നയിച്ചത് സാമ്പത്തിക ബാധ്യത തന്നെയാണെന്നാണ് SKN പറയുന്നത്. 2020 മുതൽ ഒരു ജോലിയും ഈ പ്രതിക്കുണ്ടായിരുന്നില്ല. വലിയ രീതിയിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. ഭാര്യ പലപ്പോഴായി അയച്ചു കൊടുത്ത പണത്തിലായിരുന്നു ഇയാളുടെ ജീവിതം മുന്നോട്ട് പോയത്. 2020 മുതൽ നാട്ടിലുണ്ടായിരുന്ന ഇയാൾ അന്ന് മേലൂരിലായിരുന്നു താമസം. പിന്നീടാണ് ഇവർ ഇപ്പോൾ താമസിക്കുന്ന ആശാരിപ്പാറയിൽ വീട് പണിത് താമസിക്കുന്നത്. കഴിഞ്ഞ മാസം ഏപ്രിൽ ഭാര്യ ലീവിന് വന്നു പോയി. ഒരു വർഷത്തിന് ശേഷം ഈ വർഷം ഈ ഏപ്രിൽ ഭാര്യ തിരിച്ചു വരും എന്നറിയിച്ചു. ഇതോടുകൂടിയാണ് ഇയാൾക്ക് ഈ ഭാര്യ ഈ തന്ന പണം അത് തിരികെ കൊടുക്കേണ്ടി വരും എന്ന കാര്യം ഓർമ്മ വരുന്നതും. പിന്നീട് ഇയാൾ മോഷണത്തിന് വേണ്ടിയുള്ള ആസൂത്രണം തുടങ്ങുകയായിരുന്നു. ഈ ഫെഡറൽ ബാങ്കിന് എതിർവശത്തുള്ള പള്ളിയിൽ എത്തിയ സമയത്താണ് ഇയാൾ ഈ ഫെഡറൽ ബാങ്ക് ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് സുഹൃത്തുക്കളെയൊക്കെ കാണാൻ പോകുന്ന സമയത്ത് ഈ ഫെഡറൽ ബാങ്കിന്റെ മുൻവശത്ത് സെക്യൂരിറ്റി ഇല്ല എന്ന കാര്യം ഇയാൾ ഉറപ്പിച്ചു. ബാങ്കിനകത്ത് കയറി അവിടുത്തെ സെക്യൂരിറ്റി സംവിധാനം എന്താണെന്ന് ഇയാൾ പഠിച്ചു. അതിനുശേഷം ഇയാൾ ഈ തിരക്കില്ലാത്ത സമയം എപ്പോഴാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. സ്കെയിൻ അതായത് രണ്ടാമത്തെ വെള്ളിയാഴ്ച അല്ലെങ്കിൽ മൂന്നാമത്തെ വെള്ളിയാഴ്ച ഈ സമയങ്ങളിൽ സ്വാഭാവികമായും ഈ ബാങ്കിൽ തിരക്ക് കുറവായിരിക്കും, അല്ലെങ്കിൽ ആ മേഖലയിൽ തിരക്കുണ്ടാകും എന്ന് കണ്ടുകൊണ്ടാണ് ഇയാൾ ഈ വെള്ളിയാഴ്ച തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ എത്തുന്നതും ഈ 3 മിനിറ്റിനകം മോഷണം നടത്തിക്കൊണ്ട് പോകുന്നതും. എസ്കെയിൻ 3 കെട്ടുകളിലായി 15 ലക്ഷം രൂപയായിരുന്നു പ്രതി അന്ന് ബാങ്കിൽ നിന്ന് കൊണ്ടുപോയത്. ആ പണം ചിലവഴിച്ചതിനെ കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ നമുക്കിപ്പോൾ പുറത്തു വരുന്നുണ്ട്. സ്കെയിൻ ഈ വീട്ടിൽ നിന്ന്
ഈ പണത്തിൽ കുറച്ച് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 2 കെട്ടിലുണ്ടായിരുന്ന, അതായത് രണ്ട് കെട്ടും ഒരു കെട്ടിലെ കുറച്ച് പൈസയും അലമാരിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു എന്നുള്ളതാണ് പറയുന്നത്. ബാക്കി പൈസ ഈ കാടുകുറ്റിയിലുള്ള ഒരു ബിനോയ് എന്ന പലിശക്കാരനിൽ നിന്ന് കടം വാങ്ങിയ തുകയായി തിരിച്ചു കൊടുത്തു. അതായത് പലിശക്കാരനിൽ നിന്ന് കടമായി വാങ്ങിയ പണം തിരികെ കൊടുക്കാൻ ഈ മോഷ്ടിച്ച പണം ഉപയോഗിച്ചു എന്നുള്ളതാണ് പോലീസിന് സൂര്യസജ്ജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പോട്ട ബാങ്ക് കവർച്ച കേസിലെ പ്രതി പിടിയിലായി എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് മറ്റൊരു അടിയന്തര വാർത്ത ആർ ശ്രീജിത്ത് അറിയിക്കുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട 5 വിമാനങ്ങൾ ഇപ്പോൾ വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. എയർഫീൽഡ് ഗ്രൗണ്ട് ലൈറ്റിംഗുമായി ബന്ധപ്പെട്ട സാങ്കേതിക തകരാറിനെ തുടർന്നാണ് 5 വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടിരിക്കുന്നത്. തകരാറിനെ തുടർന്ന് റൺവേ തുറന്നു കൊടുക്കുന്ന വൈകിയത് കൊണ്ട് 5 വിമാനങ്ങൾ കൊച്ചി മധുര വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിട്ടു. തകരാർ പൂർണ്ണമായി പരിഹരിച്ച ശേഷം റൺവേ വീണ്ടും 7:15 തുറന്നു. ഇതോടെ എല്ലാ സർവീസുകളും സാധാരണഗതിയിലായി എന്ന് ആർ ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇനി ആ ആശങ്ക ഒഴിഞ്ഞു എന്നാണ് ശ്രീജിത്തിൻ്റെ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ തിരുവനന്തപുരത്ത് വഴിതിരിച്ചുവിട്ട 4 വിമാനങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങി എന്നുള്ള വാർത്ത ലഭിക്കുന്നുണ്ട്. മറ്റു വാർത്തകൾ ഒന്ന് കാണിക്കാമോ? യഥാർത്ഥത്തിൽ 5 വിമാനങ്ങളായിരുന്നു വഴിതിരിച്ചുവിട്ടത്. അതിൽ 4 വിമാനങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളം ഇറങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടത്. എന്നാൽ റൺവേ സാങ്കേതിക തകരാറുകൾ പരിഹരിച്ച് പൂർണ്ണമായും റൺവേ സജ്ജമായി കഴിഞ്ഞതിന് ശേഷം 4 വിമാനങ്ങൾ ഇറങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും 2 ദിവസം നാടിനെ ഞെട്ടിച്ച സിനിമാ സ്റ്റൈലിൽ പോട്ടയിലെ ഫെഡറൽ ബാങ്ക് കവർച്ച നടത്തിയ പ്രതി റിജു ആൻ്റണി പിടിയിലായി എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. ഈ പ്രതി പിടിയിലായി. യഥാർത്ഥത്തിൽ പ്രതിയുടെ വിശദാംശങ്ങളൊക്കെ നമ്മൾ സംപ്രേഷണം ചെയ്ത് കഴിഞ്ഞു. എന്നാൽ പോലും സൂരജ് സജ്ജിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഈ ചാലക്കുടിയിലെ ഞങ്ങളുടെ പ്രതിനിധി ജഗ്സ് കൂടി ഈ പ്രവർത്തനത്തിൽ പോലീസിൻ്റെ ഓപ്പറേഷൻ പോലെ വളരെ പ്രധാനമായിരുന്നു 24-ൻ്റെ ഓപ്പറേഷനും പോലീസിനൊപ്പം തന്നെ 24 ഉണ്ടായിരുന്നു. പക്ഷേ 24 ഈ പോലീസ് ഓഫീസേഴ്സ് നടത്തിയ തെരച്ചിലിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്തെങ്കിലും നമ്മളത് കാണിക്കാൻ തയ്യാറായില്ല. കാരണം ഒരു കാരണവശാലും പോലീസിൻ്റെ വല ഭേദിച്ച് ഈ കവർച്ചക്കാരൻ കടന്നു കളയരുത് എന്ന് ഞങ്ങൾ കൂടി നിർബന്ധമുണ്ടായിരുന്നു. കാരണം പട്ടാപ്പകൽ നട്ടുച്ചയ്ക്ക് 3 മിനിറ്റ് എടുത്ത് ഒരു കൊച്ചു പിച്ചാത്തിയുമായി ഒരു ബാങ്ക് കവർച്ചയടിക്കുക എന്ന് പറഞ്ഞാൽ ഈ നാടിന് തന്നെ നാണക്കേടാകണം എന്നുള്ള ചിന്തയായിരുന്നു ഞങ്ങൾക്ക്. സൂരജ് സജി നമുക്കൊപ്പം ചേരുന്നു. സൂരജ് സജി, വെൽ ഡൺ. പറയൂ, ജഗ്സിനോട് സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ചാലക്കുടിയിലെ നമ്മുടെ പ്രതിനിധി. എസ്കേൻ നമ്മളോടൊപ്പം നമ്മുടെ ചാലക്കുടിയിലെ പ്രതിനിധി ജഗ്സ് കൂടിയുണ്ട്. എസ്കേൻ, രാവിലെയാണ് നമുക്ക് ഇത്തരത്തിൽ ഈ ചാലക്കുടി ഈ ഭാഗത്ത്, അതായത് ഇപ്പോൾ ഇത് പ്രതിയെ പിടിച്ചിരിക്കുന്ന മേഖലയിൽ ഒരു തിരച്ചിൽ നടക്കുന്നു എന്ന വിവരം നമുക്ക് ലഭിക്കുന്നത്. ആ സമയത്ത് തന്നെ ജഗ്സിന് ഈ വിവരം കൈമാറുന്നു. പക്ഷേ നമ്മുടെ വാഹനം അടക്കം ആ മേഖലയിലേക്ക് എത്തിയാൽ മറ്റു മാധ്യമപ്രവർത്തകരടക്കം അവിടെ എത്താൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് നമ്മുടെ വാഹനത്തിൻ്റെ ബോർഡുകൾ പോലും ഊരി വെച്ചാണ് നമ്മൾ ഒരു വേള അതിലൂടെ യാത്ര ചെയ്തത്. അതിനുശേഷം സ്വാഭാവികമായും നമ്മൾ തിരിച്ചറിയാൻ സാധ്യതയുണ്ട്. പിന്നീട് അവിടെ നമുക്ക് വേണ്ടി ഈ പോലീസിനൊപ്പം സഞ്ചരിച്ചിരുന്നതും സമാന്തര അന്വേഷണം നടത്തിയിരുന്നതും ജഗ്സ് ആണ്. എസ്കേന്ദ, ഈ ദൃശ്യത്തിലേക്ക് പോയാൽ ഈ പ്രതി ഹൈവേയിൽ എത്തുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളാണ്. ഇത് നമുക്ക് ജഗ്സ് തന്നിരിക്കുന്നത് 11:12 AM ബോധപൂർവം നമ്മൾ ഈ ദൃശ്യം കൊടുത്തില്ല. കാരണം ഈ ഹൈവേയിൽ ഈ പ്രതിയുടെ വീടിനോട് ചേർന്ന് ഈ ഹൈവേയിൽ നിന്ന് പ്രതി തിരിഞ്ഞ പേരാമ്പ്രയിലെ ദൃശ്യമാണ്. അത് നമ്മൾ കൊടുത്തില്ല എസ്കേൻ. അതോടൊപ്പം തന്നെ ഇത് ജഗ്സ് അവിടെ പോലീസ് തെരച്ചിൽ നടത്തുന്ന സമയത്ത് നമുക്ക് അയച്ചു തന്ന ദൃശ്യമാണ്. അതും നമ്മൾ ഈ പറഞ്ഞ സ്ഥലമോ ഒന്നും തന്നെ കൊടുത്തില്ല. സ്വാഭാവികമായും പോലീസും പറഞ്ഞത് ഈ പ്രതി എല്ലാ ചാനലുകളും മാറി മാറി വീക്ഷിക്കുന്നുണ്ടായിരുന്നു. പ്രതിക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ എന്നറിയാൻ ഈ വാർത്താ ചാനലുകളാണ് പ്രതി കണ്ടുകൊണ്ടിരുന്നതെന്നുള്ളതാണ് പറയുന്നത്. എന്തായിരുന്നു നമ്മുടെ പകലൊരു നീക്കം എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും സൂരജ്, ഈ കവർച്ച നടന്നതിന് ശേഷം സൂരജ് നൽകിയ പ്രധാനപ്പെട്ട വിവരം എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് എപ്പോഴും ഒരു റിപ്പോർട്ടിംഗ് ഉണ്ടാവണം എന്നുള്ള ഒരു നിർദ്ദേശം എനിക്ക് തന്നിരുന്നു. അതിനെ തുടർന്ന് തന്നെ എൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നു, ഇദ്ദേഹം ഈ ചാലക്കുടി വിട്ട് പോയിട്ടില്ല ഈ പ്രതി എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് ഒരു 11 മണിയോടുകൂടി സൂരജ് കൃത്യമായിട്ട് തന്നെ പറയുന്നത് ഈ പോട്ട പ്രദേശത്ത് പോലീസ് വലിയ രീതിയിലുള്ള പരിശോധന നടത്തുന്നുണ്ട്, ഒന്ന് അവിടേക്ക് ചെല്ലണം. അങ്ങനെ വളരെ തന്ത്രപൂർവ്വം തന്നെയാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. അപ്പോൾ ചെറുകുന്ന പ്രദേശത്ത് CCTV ക്യാമറകൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പരിശോധന കഴിയും വരെ ഞാൻ അവിടെ നിന്നു. അതിനുശേഷം അടുത്ത സ്ഥലത്തേക്ക് പോയി തൊട്ടടുത്തുള്ള ബാറുകൾ, അതോടൊപ്പം തന്നെ അവിടെ തൊട്ടടുത്ത് നിൽക്കുന്ന CCTV ഉള്ള എല്ലാ വീടുകളിലും കയറി പോലീസ് വളരെ ശക്തമായ പരിശോധന ആരംഭിച്ചു. അപ്പോൾ തന്നെ ഏകദേശം ധാരണ ഉറപ്പായിരുന്നു, ഈ പോട്ട, വെള്ളാഞ്ചിറ, അതുപോലെ തന്നെ ചെറുകുന്ന്, നാടുകുന്ന്, ആശേരിപ്പാറ, താണിപ്പാറ തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഏകദേശം ഒരു 15 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഈ പ്രതി ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നിന്നു. സൂരജ് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു ടീം അതിരപ്പള്ളിയിലായിരുന്നതിനാൽ തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ ഈ പോലീസിൻ്റെ
പോലീസിനോടൊപ്പം തന്നെ ഞാനുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏകദേശം ഒരു 4-5 മണിയോട് കൂടി തന്നെ വീണ്ടും ഈ ആശാരിപ്പാറ താണിപ്പാറ പ്രദേശങ്ങളിലേക്ക് പോലീസിൻ്റെ സ്ക്വാഡ് വരുന്നത്. തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ നമ്മൾ നിന്നു. അതിനുശേഷമാണ് ഒരു വൈകുന്നേരത്തോടു കൂടി ഒരു രാത്രി ഒരു 7 മണിയോട് കൂടിയൊക്കെ തന്നെ ഈ പ്രതിയെ പിടിക്കാനായിട്ട് പോലീസ് സംഘം എത്തുന്നത്. ഞാൻ ഈ ഉച്ച സമയത്ത് നിൽക്കുമ്പോൾ തന്നെ പോലീസ് നമ്മളോട് പറഞ്ഞിരുന്നു, തീർച്ചയായിട്ടും ഇവിടെ നിന്നും വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചുകൂടെ സുഹൃത്തെ എന്നൊക്കെ ചോദിച്ചു. എന്നാലും നമുക്ക് പോലീസ് വളരെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ നമ്മളോട് നിർദ്ദേശം സംസാരിച്ച സൂരജ് സജിയും ജക്സും ചേർന്ന് നടത്തിയ ഒരു ഓപ്പറേഷൻ്റെ പിന്നാലെയാണ് പോലീസ് ഇയാളെ കണ്ടെത്തുന്നതും നമ്മൾ ഈ വാർത്തകൾ വിശദമായി സംപ്രേഷണം ചെയ്തു.